ദൈവത്തിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഏപ്രിൽ മാസം 29 യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പഠന പരമ്പരയുടെ 67ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഈ 25 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉള്ളത് യേശുക്രിസ്തു ക്രൂശിൽ ആയിരുന്നപ്പോൾ അവൻ സംസാരിച്ച ക്രൂശിലെ 7 മൊഴികളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കർത്താവിനെ ക്രൂശിച്ചതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. പ്രവാചകന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതായ പ്രവചനങ്ങളെല്ലാം ഒന്നൊന്നായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നിവൃത്തിയിരിക്കപ്പെട്ടു എന്നുള്ളത് നാം ഇതിനോടകം ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്ന അവൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും അവൻ്റെ അവസാനത്തെക്കുറിച്ചും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. അത് ദൈവിക പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം പ്രവചനികമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും കാര്യങ്ങൾ ദൈവത്തിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കണം എന്നുള്ളതിൻ്റെതായിട്ടുള്ള പ്രധാന ഉദ്ദേശം എന്ന ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങളവനെ കൊണ്ട് ക്രൂശിപ്പീൻ എന്ന് പീലാത്തോസ് പല ആവർത്തി അവരോട് പറഞ്ഞിട്ടും അവരത് ചെവിക്കൊണ്ടില്ല. കാരണം അന്ന് വരെയും യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ ആഗ്രഹിച്ചിരുന്നത് യേശു അവരുടെ ന്യായപ്രമാണത്തെ അത്രമാത്രം ദ്രോഹിച്ചു എന്നവർ ചിന്തിച്ചതുകൊണ്ട് അവൻ നീറി ഇഞ്ചിഞ്ചായി ക്രൂശിൽ കടന്ന് മരിക്കണം, അതവർക്ക് കാണണം എന്നുള്ളത് കൊണ്ടാണ് ക്രൂരന്മാരായിരിക്കുന്ന യഹൂദന്മാർ യേശുവിനെ റോമൻ കിരാത നിയമമായിരിക്കുന്ന ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി അവർ പീലാത്തോസിനോട് വാദിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതായിരുന്നു അവിടെ ആവശ്യം. അത് അവസാനം പീലാത്തോസ് ഇവര് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഇസ്രായേലിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇവർ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി ഇവർ കൈസരെ അഭയം ചൊല്ലി കൈസരാണ് അവരുടെ രാജാവെന്ന് പറഞ്ഞതോടുകൂടി കൈസരുടെ പ്രതിനിധിയായിരിക്കുന്ന പീലാത്തോസിന് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാത്തത്. അപ്പോൾ ഇങ്ങനെ കർത്താവിനെ ഏറ്റവും കഠിനമായിരിക്കുന്ന അന്നത്തെ ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും അതികഠിനമായിരിക്കുന്ന ആ മരണശിക്ഷ യേശുവിന് വേണ്ടി സ്വർഗം കരുതി വെച്ചിരുന്നു. കാരണം അവൻ സഹിക്കുന്നത് മുഴുവനും നമുക്ക് വേണ്ടിയായിരുന്നു. എത്രമാത്രം യേശു കഷ്ടം സഹിച്ചുവോ അത്രമാത്രം നാം മഹത്വം അനുഭവിക്കും. കാരണം ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ തികവാണ് നമ്മുടെ ആത്മീയത്തിൻ്റെ തികവിലേക്ക് നമ്മെ നയിക്കുന്നത്. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്തു യേശു അനുസരണം പഠിച്ച് കഷ്ടതയിലൂടെ തികഞ്ഞവനായി തീർന്നത് കുറവുള്ള മനുഷ്യനെ തികവുള്ളവരാക്കി തീർത്ത് അവൻ്റെ സിംഹാസനത്തിലെത്താൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി യേശു ക്രിസ്തു അന്ന് ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കിരാതമായിരിക്കുന്ന ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അടിച്ച് തകർത്ത് വാസ്തവത്തിൽ അവനെ എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാത്തവണ്ണം ബലഹീനനായി തീരത്തക്കവണ്ണവനെ വല്ലാതെ അവർ ഉപദ്രവിച്ചിരുന്നു. അതേക്കുറിച്ച് നിരവധി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. കാരണം ഒരു സാധാരണ മറ്റ് 2 പേരെ ക്രൂശിച്ചെങ്കിലും അവരെ അങ്ങനെയൊന്നും ചെയ്തില്ല. അവർ ഉപദ്രവിക്കപ്പെട്ടില്ല. ഒരു ശിക്ഷാവിധിക്ക് വേണ്ടി ഒരാളെ വിധിക്കപ്പെട്ടാൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അവൻ ഇഷ്ടമുള്ള ആഹാരം കൊടുത്ത് അവൻ ചോദിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് അവനെ മറ്റു പ്രയാസങ്ങളൊന്നും കൂടാതെ അവനെ ക്രൂശിക്കണമെന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടറുടെ സർട്ടിഫൈ ചെയ്തിട്ട് വേണം വധശിക്ഷയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു നിലനിന്നിരുന്ന സകല നിയമങ്ങളും മാറ്റപ്പെടുവോടെ ഇടയാത്തീർന്നു. യേശുവിനെ അടിക്കുകയും
അടിച്ച് അവനെ വെളിയിൽ വിടാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെ പിലാത്തോസ് അവനെ അടിച്ചു, ഉപദ്രവിച്ചു. അവൻ്റെ ദേഹം അവരെ ഇഞ്ചിഞ്ചായി അവർ കുത്തി നുറുക്കുവാൻ ഇടയാത്തീർന്നു. പുറത്ത് ഉഴവുചാലുകൾ പോലെ അവർ എന്ത് ചെയ്തു? യേശുവിനെ അവർ ഉഴന്ന് മറിക്കുവാൻ ഇടയാത്തീർന്നു. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിത്ത് വിതയ്ക്കണമെങ്കിൽ ഉഴവുചാലുകൾ കീറണമായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങൾ ജനിക്കണമെങ്കിൽ ഒരു വിത്തായി തീരുവാൻ തക്കവണ്ണം യേശു തൻ്റെ പുറം അവർക്ക് വേണ്ടി കൊടുത്തു. അവിടെ ഉഴവുചാലുകൾ പോലെ കീറിയത് വാസ്തവത്തിൽ ഒരു എങ്ങനെയാണോ വയല് ഉഴുതുമറിച്ച് അവിടെ വിത്തിടുന്നത്, അതുപോലെ തന്നെ യേശുവിനെ അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അത് ചെയ്തു. അങ്ങനെ യേശു വാസ്തവത്തിൽ മൃതപ്രായനായിട്ട് അവനെ ക്രൂശിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മറ്റുള്ള രണ്ട് കള്ളന്മാരും ദുഷ്പ്രവർത്തിക്കാരും കൂടെ കിടക്കുന്നവര് ഒരു കുഴപ്പം കൂടാതെ സംസാരിക്കും. നമുക്ക് വിചാരിക്കും ക്രൂശ് കിടന്നിട്ട് ഇവരെങ്ങനെ എത്രയും കൃത്യമായിട്ട് സംസാരിക്കുന്നത്. യേശുവിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ യേശു വളരെ ക്ഷീണിതനായിട്ട് അവിടെ കിടക്കുന്നു. കാരണം അവൻ അത്രമാത്രം അടിച്ചു തകർക്കപ്പെട്ടിരുന്നു. മറ്റുള്ളവർക്ക് അത്ര അങ്ങനെ ഒരു കാര്യത്തിൽ അവരെ ക്രൂശിച്ചു. അവരതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ അവർക്ക് അതിനുള്ളതായ സംസാരിപ്പാനുള്ള കഴിവുണ്ടായിരുന്നു. നെഞ്ചിഞ്ചായി അവിടെ രക്തം ധാരധാരിയായി പോകുന്നതേ ഉള്ളൂ. അവർ യേശു മരിച്ചതിന് ശേഷമാണ് അവർ മരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മരിക്കുന്നത് അപ്പോൾ തന്നെ മരിക്കണമെന്നില്ല. ചില മണിക്കൂറുകൾ, ചിലപ്പോൾ അടുത്ത ദിവസം വരെയൊക്കെ അങ്ങനെ മരിക്കാതെ കിടക്കാം. അതുകൊണ്ടാണ് കാലുകൾ ഒടിച്ച് എടുക്കണമെന്ന് പറയും. അപ്പം ക്രൂശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കത്തില്ല. കാരണം ആ വേദനയോടുകൂടി ഈ ശരീരത്തിന്റെ ഭാരം മുഴുവനും താങ്ങി എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ ക്രൂശിന്മേൽ നിൽക്കണമെന്നറിയാമോ? എന്നാൽ നമ്മുടെ കർത്താവിനെ ക്രൂശ് കഴിഞ്ഞപ്പോൾ അവന് ഏകദേശം 9 മണി നേരത്ത് അവനെ 3 മണി നേരത്ത് അവനെ ക്രൂശിച്ചു. 9 മണി നേരത്ത് അവൻ പ്രാണനെ വിട്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവനിച്ചാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം നമ്മൾ അടുത്ത് ചിന്തിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാന ബന്ധത്തെ അതേക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ള വിഷയം ഇതോടെ ബന്ധത്തിൽ 20-ാം അധ്യായം എടുക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ക്രൂശിൽ യേശു മൊഴിഞ്ഞത് അവൻ വളരെ സുബോധത്തോടെയാണ് അവനതെല്ലാം പറഞ്ഞത്. ചിലർ പറയാറുണ്ട് യേശുവിന് പകരമായിട്ട് മറ്റാരെയോ ക്രൂശിച്ചതാണ്, യേശു അവിടുന്ന് രക്ഷപ്പെട്ടു, അവന് പകരമായിട്ട് വേറെ ആരെയോ ക്രൂശിച്ചു എന്നാണ് ചിലരൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നും യേശുവിൻ്റെ ബോഡി അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞതൊക്കെയുള്ള ഒരുപാട് കള്ളക്കഥകൾ ഈ ദിവസങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. കാരണം യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനം എന്നുള്ളതാണ് ദൈവമക്കളുടെ അല്ലെങ്കിൽ മാനവ വംശത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, മനുഷ്യവംശത്തിന്റെ വിടുതൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും മൂടി വെക്കണം, അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. യേശു മരിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ യേശു ക്രൂശിൽ നിന്ന് അവനെ മരിക്കുന്നതിന് മുമ്പായിട്ട് എടുത്തുകൊണ്ട് പോയെന്നോ ഒക്കെയുള്ള, അങ്ങനെ കൊണ്ടുപോയി കല്ലറയിൽ വെച്ചെന്നും അവിടുന്ന് ജീവനുണ്ടായിരുന്നെന്നും അവിടുന്ന് അവനെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് നമ്മൾ 4 സുവിശേഷങ്ങളും വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അതുപോലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ സാധാരണ ഒരു വിശ്വാസിക്ക് പോലും ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഒരുപാട് സംശയങ്ങളിനകത്തുണ്ടാകും. ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ച് വായിക്കുന്നവർക്കേ ഉള്ളൂ കേട്ടോ, വായിക്കാത്തവർക്ക് അങ്ങനെ വിഷയമൊന്നുമല്ല. വായിക്കുന്നവർക്ക് സംശയം ഉണ്ടാകും. ഇത് ഈ മത്തായി പറഞ്ഞ പോലെ അല്ല മർക്കോസ് പറഞ്ഞ പോലെ ലൂക്കോസ് വായിക്കുന്നത്, ലൂക്കോസ് പറഞ്ഞ പോലെ അല്ല യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, തമ്മിൽ ഒരു വലിയ ഒരു വൈരുദ്ധ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെ കോർത്തിണക്കി വളരെ വ്യക്തമായ രീതിയിൽ അതിനെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചെടുക്കുവാൻ ദൈവാത്മാ കൃപ തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് ബന്ധത്തെ നമ്മൾ ചിന്തിക്കും. എന്താണ് യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, യേശു എങ്ങനെയാണ് മരിച്ചത്, എങ്ങനെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് ദൈവം വെച്ചാൽ പുനരുത്ഥാനത്തോട് ബന്ധം ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്നാൽ ദൈവത്തെ അന്വേഷിച്ച് വായിച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഇതെല്ലാം വളരെ കൃത്യമാണ്. പക്ഷേ വെളിപ്പാട് ദിവസം വായിക്കുമ്പോഴും
ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ചാപ്റ്റർ വൈസ് പഠിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നും കിട്ടത്തില്ല. എന്നാൽ അതിനെ സംഭവങ്ങളുടെ ബന്ധത്തിൽ നാം പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും മർമ്മമാക്കിയിട്ടിരിക്കുക. എന്തുകൊണ്ടത് അങ്ങനെ എഴുതിയില്ല എന്ന് ചോദിക്കാം. കാരണം ദൈവം ഇത് മറച്ചു വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ ആഗ്രഹമുള്ളവർ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്താൻ പറ്റും, ഓരോ സംഭവങ്ങളൊന്നൊന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ സങ്കീർണമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തണം. പിന്നെ നമുക്കിത് സംശയമില്ല. അപ്പൊ സംശയം ഉള്ളവര് സംശയം അവർ ഉയർത്തുമ്പോൾ ആ സംശയങ്ങളെ നിവാരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. അത് അല്ലാതെ നമ്മളതിനെ തട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള ന്യായങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ആഴം മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളെ കോർത്തിണക്കി പഠിപ്പിച്ച് ദിവസങ്ങളിൽ അത് വെളിപ്പെടുത്തേണ്ട അത്യാവശ്യമായതുകൊണ്ടാണ് രാത്രിയിൽ ഞാൻ അതേക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമ്പോൾ എന്ന പുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ട് അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യം. നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ഇനി അടുത്ത ദിവസം ക്ലാസ്സിന് മുമ്പായിട്ട് അത് വായിക്കാമെന്ന് നന്നായിരിക്കും. ഏകദേശം പുസ്തകം ഉണ്ടെങ്കിൽ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള പുസ്തകത്തിന്റെ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനം എന്നുള്ള ഭാഗം ഒന്ന് വായിക്കാമെങ്കിൽ വളരെ കാര്യം മനസ്സിലാകാവുന്ന രീതിയിലാണ് അത് രേഖപ്പെടുത്തിയത്. പക്ഷെ അതിൻ്റെ ഈ ദൈവജനത്തെ വേണ്ട രീതിയിൽ അത് സംയോജിപ്പിച്ചെടുത്താണ് ആ പഠനം നടത്തിയിരിക്കുന്നത്. ദൈവം വെച്ചാൽ അത് വരുന്ന ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അത് എടുത്തു കഴിയുമ്പോൾ ഈ പുസ്തകം വേഗത്തിൽ പഠിപ്പിച്ച് തീർക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ക്രൂശിലെ 7 മൊഴികളെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് 2 മൊഴികളെ കുറിച്ച് നാം ചിന്തിപ്പാട്ടിടയായി തീർന്നിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നാം ചിന്തിച്ചത് കർത്താവേ അറിയായി ചെയ്യുന്നുണ്ട്, ഇവരെന്തെന്ന് ചെയ്യുന്ന അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള യേശുവിൻ്റെ ക്ഷമയോടുള്ള സഹനം സഹിച്ചുകൊണ്ട് പിതാവാം ദൈവത്തോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ ആദ്യത്തെ മൊഴിയായി കാണുന്നത്. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് സംസാരിക്കുന്നതിലെ പ്രാരംഭ കാര്യം ഞാൻ വിചാരിക്കുന്നവനെ ക്രൂശിക്കുമ്പോൾ തന്നെ ആണി അടിക്കുമ്പോൾ തന്നെ ആ വേദനയോടുകൂടെ യേശു വിളിച്ചു പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു വിളിച്ചു പറഞ്ഞു. ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ കൈകാലുകളെ കുത്തി തുളച്ചു എന്നാണ്. 5 പ്രധാന മുറിവുകളാണ് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 3 ആണികൾ കൊണ്ടുള്ള 4 മുറിവുകൾ. അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. 2 കൈകളിൽ അടിച്ചിരിക്കുന്ന 2 ആണിയും 2 കാലുകൾ ചേർത്ത് വെച്ച് അടിച്ചിരിക്കുന്ന ഒരാണിയും, അങ്ങനെ 3 ആണികളിൽ യേശു തൂങ്ങിയപ്പോൾ 4 മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. 4 മുറിവുകൾ. 2 കൈകളിലും അവന്റെ മുറിവുകൾ ഉണ്ടായി തീരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ 2 കാലുകളിലും 2 പാദങ്ങളിലും അവന്റെ മുറിവേൽക്കുവാൻ ഇടയായിത്തീർന്നു. അത് സങ്കീർത്തനം 22-ാം അധ്യായം അതിന്റെ 16, 17 വാക്യങ്ങൾ പ്രവചനാത്മാവിൽ ദാവീദ് എന്ന ആ പ്രവാചകൻ യേശുവിനെ കുറിച്ച് ചിന്തിച്ച് ആത്മാവിൽ അവൻ രേഖപ്പെടുത്തി. 22-ാം സങ്കീർത്തനം 16, 17 വാക്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇവിടെ ദാവീദ് രേഖപ്പെടുത്തിയ ദാവീദിന്റെ കൈകാലുകളും തുളയ്ക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 22-ാം സങ്കീർത്തനം രേഖപ്പെടുത്തുന്ന മശീഹ സങ്കീർത്തനമാണെന്നും സങ്കീർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു 1-ാം വരവിനെ കുറിച്ചും 2-ാം വരവിനെ കുറിച്ചും ഒക്കെ ഉള്ള, അതുപോലെ തന്നെ മധ്യാകാശവരനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൈവം വെച്ചാൽ ഈ സങ്കീർത്തനങ്ങൾ നന്നായ രീതിയിലൊന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ സങ്കീർത്തന ഭാഷ്യമുണ്ട്, സങ്കീർത്തന പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എങ്കിലും ദൈവം വെച്ചാൽ 150 സങ്കീർത്തനം വായിച്ച് മനസ്സിലാക്കേണ്ടത്. പലർക്കും സങ്കീർത്തനമൊക്കെ ഒരു പഠിക്കേണ്ടാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു പുസ്തകമായി പുതിയ നിയമം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിന്റെ കാര്യങ്ങളെ അത് തെളിയിക്കണമെങ്കിൽ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് പുതിയതായിട്ടൊന്ന് തുടങ്ങിയതല്ല. പഴയതിൽ തുടങ്ങിയിട്ട് പുതിയ നിയമം വന്നപ്പോൾ പഴയതിനെ മാറ്റി അതിനെ നിവൃത്തീകരിച്ചു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പ്രമാണമനുസരിച്ച്
യാഗം കൂടാതെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലാത്തതുകൊണ്ടാണ് യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ആടാകട്ടെ, കാളയാകട്ടെ, പ്രാവാകട്ടെ, ഏതാണെങ്കിലും വിമോചനം വേണമെങ്കിൽ രക്തം ചൊരിയണമായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിന്റെ പ്രമാണം അതുകൊണ്ടാണ് ആളുകളുടെയും കാളുകളുടെയും പ്രാക്കളുടെയും ഒക്കെ രക്തം ചൊരിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് നിഴലായിരുന്നു. അവരെ കൊണ്ട് ആ പ്രമാണങ്ങൾ കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആടുകളും കാളകളുമൊക്കെ അവിടെ യാഗമായി തീർന്നിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാഗം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല എന്ന് പറയുന്നത്. നമുക്ക് യേശുവിൻ ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് യാഗം നടത്തുന്നുണ്ട്. അപ്പോൾ പാപത്തിന് യാഗമുണ്ട്, പിന്നീട് ദൈവത്തിന് നിരന്തരമായി ചെയ്യുന്ന യാഗമുണ്ട്. അങ്ങനെ നിരവധി യാഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഏക യാഗത്താൽ എല്ലാ യാഗങ്ങളെയും ദൈവം പൂർത്തീകരിപ്പാട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് അവന്റെ ഭാവപരിഹാരമായിരിക്കുന്ന ഏകയാഗത്താൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തി. രാത്രി ഞാൻ പറഞ്ഞു വരുന്നത് രക്തം ചൊരിയണമെന്നുള്ളത് അത് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. കാരണം കുഞ്ഞാടിന്റെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം. ഇന്ന് രാത്രിയിലും നമുക്ക് വിമോചനമുള്ളത് യേശുവിന്റെ രക്തത്താലാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ അവന്റെ ജീവൻ കൊണ്ട്, രക്തം എന്ന് പറയുന്നത് ജീവനെയാണ് കാണിക്കുന്നത്. ജീവനാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു യേശുവിന്റെ ജീവൻ അടങ്ങിയിരുന്ന ആ രക്തമാണ്, ജീവനാണ് നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയാത്തുന്നത്. അങ്ങനെ ആ രക്തം ഊറ്റപ്പെട്ടത് മുഖാന്തരമായി നമുക്ക് മോചനമുണ്ടായി. പക്ഷേ എന്നാൽ യേശു ബന്ധിതനായി തീരുവാൻ ഇടയാത്തി വന്നു. അവന്റെ കൈകാലുകളെ ബന്ധിച്ചു. എങ്ങനെയാ ചിന്തിച്ചു? മരത്തോട് ചേർത്ത് അടിച്ചു. അവര് ക്രൂരന്മാരായിരിക്കുന്ന പടയാളികൾ അവര് ഇരുമ്പ് ആണികൾ കൊണ്ട് യേശുവിന്റെ കൈകാലുകളെ ആ ക്രൂശിന്മേൽ ആഞ്ഞ് അടിച്ച് അവര് ആ കുരിശ് ഉയർത്താനുള്ള കുഴിയിലേക്ക് അവനെ പൊക്കിയിട്ടപ്പോൾ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവന്റെ അസ്ഥികളുടെ എല്ലാം ബന്ധം വിട്ടുപോയി. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയത് ദൈവത്തെ നകന്നുപോയ മനുഷ്യനായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അവൻ ആ ക്രൂശിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം ഓരോന്നായി അഴിഞ്ഞു പോകത്തക്കവണ്ണം അവനെ ആ കുരിശിൽ ഉയർത്തി ആ കുഴിയിലേക്ക് താഴ്ത്തിയിട്ടപ്പോൾ നമുക്കറിയാം എങ്ങനെയാണോ ആ വെയിറ്റ് മുഴുവൻ താഴേക്ക് വരുന്നത്, ആ സമയത്ത് അസ്ഥികൾ മുഴുവനും ബന്ധം വിടുവാനിടയായിരുന്നു. നമുക്കൊക്കെ ചെറിയൊരു അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ, ചെറിയൊരു മൈനർ ക്രാക്ക് ഉണ്ടായാൽ എത്രമാത്രം വേദനയായിരിക്കും, എത്രമാത്രം അസഹനീയമായ വേദനയായിരിക്കും. പിന്നെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് അതിനെ ഒന്ന് ശരിയായ രീതിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ആ വേദന മാറുവാനിടയത്തുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ്, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കാൻ വേണ്ടി അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം അവൻ അഴിഞ്ഞു പോകത്തക്കവണ്ണം ആ ഇട്ട വേദനയിൽ അവൻ അതിൽ എത്രമാത്രം വേദന ക്രൂശിൽ യേശു സഹിപ്പാനിടയായിരുന്നു. മനുഷ്യവംശത്തിന്റെ വിടുതലിന് വേണ്ടി അവൻ ബന്ധിക്കപ്പെട്ടു. അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം നമുക്ക് വേണ്ടി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു മാംസപിണ്ഡം പോലെ ആയിരുന്നു. അസ്ഥികൾ അതിൻ്റെതായിട്ടുള്ള ഒരു മനുഷ്യന് അതിന് ഷേപ്പ് കൊടുക്കുന്നത്, അവനെ യഥാർത്ഥത്തിൽ ഒരു ബോഡിയാക്കി നിർത്തിയിരിക്കുന്നത് അസ്ഥികളാണ്. അസ്ഥികൾ അത് ബന്ധം വിട്ടു കഴിഞ്ഞാൽ, അസ്ഥികളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പിന്നീട് മാംസങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു മാംസപിണ്ഡമായി മാറുന്ന രീതിയിലായി മാറും. രാത്രിയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച വേദന അത് സാധാരണ ഒരു വേദനയല്ല. അതാർക്കും കണ്ടുപിടിക്കാനോ അതിൻ്റെ ആഴം മനസ്സിലാക്കാനോ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ കഷ്ടം സഹിച്ചത്, നമ്മളൊക്കെ പറയും ഭയങ്കര കഷ്ടതയാണ് ഞാൻ സഹിക്കുന്നത്. ചെറിയൊരു തലവേദന വന്നാൽ മതി, ചെറിയൊരു വിഷയം വന്നാൽ മതി, നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഞാൻ പറയാം ഒരുപാട് കഷ്ടതയാന്ന് പറയും. ശരിയാ, മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ കഷ്ടതയാണ്. എന്നാൽ ഈ കഷ്ടം സഹിക്കുമ്പോൾ നാം തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണമെന്നാണ് എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുന്നത്. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നന്നായി പഠിച്ചത് കൊണ്ടാണ് അപ്രകാരം രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഞാൻ കഷ്ടതയിലാണ്, പ്രയാസത്തിലാണ്, ഞാൻ അനുഭവിക്കുന്ന കഷ്ടം പോലെ ആരും സഹിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. നമുക്കോ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും
അതുപോലെ കർഷ സഹിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായത്തിൽ ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ക്ഷീണം വരുമ്പോൾ മടുത്തുപോകും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ക്ഷീണം വരുമ്പോൾ ധ്യാനിക്കേണ്ടത് യേശുവിനെയാണ്. അവന്റെ ക്രൂശ് കണമെന്ന് ചിന്തിച്ചാൽ മതി, ആ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ അസ്ഥികൾ ബന്ധം വിട്ട് കിടക്കുന്ന ക്രിസ്തു, അവന്റെ 5 മുറിവുകൾ. രാത്രിയിൽ ഒരു യഥാർത്ഥമായൊരു വിശ്വാസി ആ ക്രൂശിലേക്കൊന്ന് നോക്കുന്ന നല്ലതാ. അതെ, ഞാനും നിങ്ങളും പറയും വളരെ കഷ്ടതയാന്ന് പറയും, വളരെ ബുദ്ധിമുട്ടാന്ന് പറയും, വലിയ അപമാനമാണെന്ന് പറയും. എനിക്കിനി എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും, ഞാൻ എങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ നോക്കുമെന്ന് ചോദിക്കും. അങ്ങനെ പലതും നാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വേവലാതിപ്പെടാറുണ്ട്, ഭാരപ്പെടാറുണ്ട്. അതെല്ലാം നമ്മുടെ പ്രയാസങ്ങളായി നാം കാണിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവ് വിശ്വാസത്തിന് നായകനാണ്, പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. അപ്പോൾ അവന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം മറ്റൊന്നുമായിരുന്നില്ല. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളുമായിരുന്നു യേശുവിന്റെ സന്തോഷം. കാരണം അവൻ മുഖാന്തരമായി ഒരു തലമുറ ജനിക്കപ്പെടുവാടെ തരും. ആദമിൽ നിന്നുണ്ടായ മനുഷ്യവംശം മുഴുവൻ പാപത്തിന് പിറന്ന് പാപത്തിന് അടിമപ്പെട്ട് നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ടവരായിരുന്നെങ്കിൽ, കൃപയാൽ യേശു ക്രിസ്തു മുഖാന്തരമായി മനുഷ്യവംശത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്നവരെ കൊണ്ട് അതിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങളെത്തുന്ന വിവിധ വിശ്വാസികളുടെ ശ്രേണികളെ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് അവന്റെ രക്തത്തിലൂടെ അത് സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവത്തിന് സന്തോഷം തോന്നി. ആ പദ്ധതി ചെയ്യുമ്പോൾ, പിതാവാം ദൈവത്തിന്റെ അനാദിയിലെ പദ്ധതി ചെയ്യുവാൻ വേണ്ടി സ്വർഗം അവനെ അയച്ചപ്പോൾ, അവൻ ഏറ്റത് മുഴുവനും അവൻ സന്തോഷത്തോടെ സഹിപ്പാൻ കാരണമായി തീർന്നത്, പിതാവ് ചെയ്യുന്നതെല്ലാം സന്തോഷകരമാണ്. രാത്രി കരമുയർത്തി പറയണം, എൻ്റെ ദൈവം ചെയ്യുന്നതെല്ലാം സന്തോഷമാണ്. അത് കഷ്ടതയാണെങ്കിലും ഭാരമാണെങ്കിലും രാത്രിയിൽ പറയണം, ഇതെല്ലാം സന്തോഷത്തിലേക്കാണ് നയിക്കുന്നത്, ഒരിക്കലും നിരാശയിലേക്കല്ല. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് നിരാശയുണ്ടാകാം, ഭാരമുണ്ടാകാം, വേദനയുണ്ടാകാം, കഷ്ടമുണ്ടാകാം, നിന്ദയുണ്ടാകാം, അപമാനമുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു നമുക്ക് മാതൃകയെ പറയാൻ, വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഇവിടെ ഈ സന്തോഷം ഓർക്കണം. ആരെങ്കിലും നിരാശപ്പെട്ടായിരിക്കുന്നെങ്കിൽ, നാളെക്കുറിച്ചുള്ള ഭാരം ഓർക്കുന്നെങ്കിൽ എനിക്ക് സമാധാനമില്ല, അങ്ങനെയാണെങ്കിൽ അത് നിരാശയാണ്. എന്നാൽ നാളെക്കുറിച്ച് നാം സന്തോഷിക്കുന്നതായിരിക്കണം. എൻ്റെ ദൈവം എനിക്കത് സന്തോഷമാക്കി തീർക്കും. നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്നവൻ രാത്രി നമ്മളോട് സംസാരിക്കുന്നു. ഈ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവത്തിന് മാത്രം. യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി കഷ്ട സഹിച്ചപ്പോൾ അവൻ മുമ്പിൽ കണ്ടത് സന്തോഷമായിരുന്നു. മുമ്പിൽ ഒരു പ്രത്യാശയില്ലെങ്കിൽ ജീവിക്കാൻ തോന്നത്തില്ല. ചെറിയ വിഷയം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്ലാനിടും. അത് ഈ ലോകത്തുനിന്ന് മാറാമെന്ന് വിചാരിക്കും. എന്നാൽ മുമ്പിൽ ഒരു നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം. രാത്രിയിൽ ആരെങ്കിലും ദുഃഖത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിരാശയുടെ ഭാണ്ഡത്തിലാണെങ്കിൽ, രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഇത് കേൾക്കുമ്പോൾ നാളെക്കുറിച്ച് നിനക്ക് പ്രതീക്ഷയില്ലെങ്കിൽ, നാളെക്കുറിച്ച് സന്തോഷമില്ലെങ്കിൽ, അത് പൂർണ്ണമായ ഒരു ജീവിതമാണ്, ഒരു പ്രത്യാശയില്ലാത്ത ജീവിതമാണ്. അത് ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തതാ. എന്നാൽ മുമ്പിൽ ഒരു സന്തോഷം കാണാമെങ്കിൽ, ഏതാ നമ്മുടെ മുമ്പിലുള്ള സന്തോഷം? എന്താണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം? എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എൻ്റെ ആത്മമണവാളായിരിക്കുന്ന കർത്താവിനെ എനിക്ക് മധ്യാകാശ വരവെങ്കിൽ കാണാം എന്നുള്ളതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു സന്തോഷം. അതെ, ദൈവമക്കളുടെ മുമ്പിലിരിക്കുന്ന സന്തോഷം അത് മറ്റൊന്നുമല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ പ്രിയപ്പെട്ടവരെ, അത് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? ആ സന്തോഷം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ അവനോടുകൂടി ചേർക്കപ്പെടുവാനുള്ളതായ വലിയൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഈ സന്തോഷമുള്ളവനെ
സാത്താൻ ഒരിക്കലും അടുത്തു വരുവാൻ കഴിയത്തില്ല. എന്നാൽ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത, ജീവിതത്തിലെ ലക്ഷ്യത്തെക്കുറിച്ച്, മുമ്പിലുള്ള സന്തോഷത്തെ ഓർക്കാൻ കഴിയാത്തവർക്കാണ്, അത് ചിന്തിച്ചെടുക്കാൻ കഴിയാത്തവർക്കാണ് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും നിരാശ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാത്രിയിൽ എല്ലാ നിരാശകളെയും തട്ടി മാറ്റിയിട്ട് പറയണം, എൻ്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും, എന്ത് കഷ്ടം വന്നാലും, ആരെന്നെ ഉപേക്ഷിച്ചാലും, അതെ, ആരെന്നെ ഉപേക്ഷിച്ചാലും യേശുവിനെ അവൻ അപമാനം അലക്ഷ്യമായി സഹിക്കാൻ കാരണം നമ്മെ ഓർത്തത് കൊണ്ടാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം മറ്റൊന്നുമല്ല. നമ്മുടെ വേദനയേറ്റവനെ, നമുക്ക് വേണ്ടി അടിയേറ്റവനെ, നമുക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ടവനെ, അവന്റെ തേജസ്സുള്ള ആ മുഖം നാം കാണും എന്നുള്ള വലിയ പ്രത്യാശയായിരിക്കണം ദൈവം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അത് അപമാനം അലക്ഷ്യമാക്കി ഇതെല്ലാം സഹിച്ച് അവിടെ കൊണ്ട് യേശുവിന്റെ സഹിച്ച് ക്രൂശ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ക്രൂശിനെ സഹിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ താൻ്റെ ക്രൂശിനെ അവൻ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാരമില്ലാത്ത, ക്രൂശില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതമില്ല. ഇത് എന്തിനാ സഹിക്കുന്നറിയാമോ? അത് ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ വിശ്വാസിയായിട്ട് നീ ക്രൂശ് സഹിക്കേണ്ടി വന്നാൽ, നീ പ്രയാസപ്പെടേണ്ടി വന്നാൽ, അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. യേശു സഹിച്ചല്ലോ. എന്തിനു വേണ്ടിയാ? മുമ്പിൽ വെച്ചിരുന്നൊരു സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അവൻ ക്രൂശിനെ സഹിച്ചെങ്കിൽ, അതാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഈ അർത്ഥം, ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് പോയാൽ, ഈ കഷ്ടത സഹിച്ചുകൊണ്ട് നമ്മൾ നീങ്ങിയാൽ എവിടെ എത്താമെന്നറിയാമോ? പിതാവിന്റെ വലത്ത ഭാഗത്ത് എത്താൻ സാധിക്കും. അവനെ ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമേറിയ നാമം നൽകി അവനെ പിതാവിന്റെ വലത്ത ഭാഗത്ത് ഇരുത്തി. കാരണം അവൻ ക്രൂശിനെ അലക്ഷ്യമായി അവൻ എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചെന്ന്. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിന്റെ ക്രൂശ്, യേശുവിന്റെ ക്രൂശ് ആരും വഹിക്കാൻ പോകണ്ട. യേശുവിന്റെ ക്രൂശ് എടുക്കാനാണ് വേണ്ടി ചെന്നില്ല. പക്ഷേ നിർബന്ധിച്ച് രൂഫോസിനെ, അലക്സാണ്ടറിന്റെ അപ്പനായിരിക്കുന്ന കുറേനക്കാരൻ ശിമോനെ അവര് നിർബന്ധിച്ചപ്പോൾ, കാരണം യേശു അത്രമാത്രം ക്ഷീണിതനായി തീർന്നപ്പോൾ അവനെ സഹായിക്കാൻ വേണ്ടി കുറേനക്കാരനായിരിക്കുന്ന ശിമോൻ വയലിൽ നിന്ന് വരുമ്പോൾ യേശുവിനെ അവൻ നിർബന്ധിച്ച് അവന്റെ ക്രൂശൊന്ന് ചുമപ്പാൻ വേണ്ടി അവനെ എന്ത് ചെയ്തു? അവര് നിർബന്ധിച്ചപ്പോൾ യേശുവിന്റെ ആ ക്രൂശിന്റെ അറ്റമൊന്ന് അവൻ താങ്ങിക്കൊടുത്തപ്പോൾ യേശു തിരിഞ്ഞു നോക്കി അവനെ ഒന്ന് അനുഗ്രഹിപ്പാൻ ഇടയാറ്റുന്നത്. അതുകൊണ്ടാണ് അവന്റെ മക്കൾ പിൽക്കാലത്ത് പ്രശസ്തരായി തീരുവാൻ ഇടയാറ്റുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പ്രസിദ്ധരായിരിക്കുന്ന അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരല്പമെങ്കിലും ഒന്ന് താങ്ങുവാൻ വേണ്ടി, അതേ, ഞാനും നിങ്ങൾ സഹിച്ചാൽ, ക്രൂശിനെ വഹിച്ചാൽ, അവനെ നിർബന്ധിച്ചവനെ യേശുവിന്റെ ശിഷ്യനാക്കുകയാണ് ചെയ്തത്. യേശുവിന്റെ ക്രൂശ് സഹിപ്പാൻ വേണ്ടി അല്പസമയം അവനെ ആക്കിയപ്പോൾ, അവൻ ആ ക്രൂശ് സഹിച്ചപ്പോൾ അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, രാത്രി ക്രിസ്തു യേശുവിന് വേണ്ടി ഞാനും നിങ്ങളും ദിവസങ്ങളിൽ ക്രൂശ് സഹിച്ചാൽ നാം നിരാശപ്പെട്ടു പോകുവാനോ തലമുറ തകർന്നു പോകുവാനോ ദൈവം സമ്മതിക്കുകയില്ല. അവരെ കർത്താവ് പ്രസിദ്ധരാക്കും. എല്ലാറ്റിലും ഉപരി ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളുടെ നിരാശയെല്ലാം മാറണം. എന്തുമാകട്ടെ, നമ്മുടെ തെറ്റുകൊണ്ടോ നമ്മുടെ വിഷയം കൊണ്ടോ കണക്കൂട്ടായ്മ കൊണ്ടോ ഒക്കെ പാളിച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും, ദൈവത്തോടെ പറയാൻ പറ്റും, കർത്താവേ, എനിക്ക് ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുതണം, നീ എനിക്ക് മറുപടി, എന്നെ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചോണം. നമ്മൾ ഒരിക്കലും മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം തീരുമാനമെടുക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി തീരുമാനിച്ചാൽ അത് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെ ദിവസം പ്രാർത്ഥന, കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ ഇഷ്ടം എന്താണോ അതെന്നെ നിറവേറണം. അതെനിക്ക് തിന്മയല്ല നന്മയ്ക്കാണ് ഞാൻ അറിയുന്നു എന്നുള്ള വിശ്വാസം വേണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവസിംഹാസനം വലത്തോടത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഈ 12-ാം അധ്യായം 3-ാം വാക്യം, ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം വീടുകളിലൊക്കെ അവനെ എഴുതി വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വീടിനകത്തിരിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് എഴുതിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ആരാ യേശുവിനെ ക്രൂശിച്ചത്? പാപികളായിരുന്നു. അവരെല്ലാം കൂടി പറഞ്ഞു, യേശു
പാപിയാണെന്ന് പറഞ്ഞാണ്. അവൻ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് വിരുദ്ധമായി നിൽക്കുന്നത് പറഞ്ഞിട്ട് അവനെ അപമാനിച്ച് അവനെ കുറ്റവാളികൾ ഏറ്റവും വലിയ കുറ്റവാളിയാക്കി അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയത് ഈ ലോകത്തിന്റെ പാപികളായിരുന്നു അവനെ കൊണ്ടുപോയത്. നീതിമാനായിരിക്കുന്നവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത് പാപികളാ. അത് നീതിമാന്മാരെ ക്രൂശിക്കാൻ വേണ്ടി പാപികൾ കൂട്ടം കൂടാറുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു പറഞ്ഞിട്ട് പറയുക, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്ക് അവർ ചീട്ടിടുന്നു. നീ യഹോവയെ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവയെ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥന ഈ പ്രവാചകനായിരിക്കുന്ന ദാവീദ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുക, എൻ്റെ ദൈവമേ, നീ യഹോവയെ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവയെ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. യേശു ക്രിസ്തുവിൻ്റെ ആ ഭാരമേറിയ ആ അവസാന സമയം എന്നുള്ളത് കഷ്ടം പഠിച്ച്, അനുസരണം പഠിച്ച്, കഷ്ടം തികഞ്ഞവനായി നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളും ഉള്ളിൽ ക്ഷീണം വരുമ്പോൾ, വിശ്വാസത്തിൽ ക്ഷീണം വരുമ്പോൾ ക്രൂശിനെ ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ ദൈവമേ, അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ട് ആ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ആ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ട തലയിൽ മുൾക്കിരീടം കൊണ്ട് ആഞ്ഞടിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ തലയിലൂടെ ഒഴുകിയതായിട്ടുള്ള ആ രക്തത്തിന്റെ ചാലുകൾ, കൈകാലുകളിൽ ഒഴുകിയതായിട്ടുള്ള ആ രക്തത്തിന്റെ ഒഴുക്ക് കാണുമ്പോൾ നിരാത്തിൽ വിടുതലുണ്ട്. ക്രൂശിനെ നീ നോക്കിയാൽ, ക്രൂശിനരികെ വന്നാൽ വിടുതലുണ്ടാകും. യേശുവിനെ നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ഇത്രമാത്രം കഷ്ടം സഹിച്ച് അവൻ വേദനയേറ്റ് കിടക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് സാധ്യമാകത്തില്ല. യേശുവിന് പകരം മറ്റാരെയെങ്കിലും ക്രൂശിച്ചെങ്കിൽ, നന്നായി ഒന്ന് ഒരു കണ്ണത്തടിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും വട്ടം കറങ്ങി തലകറങ്ങി അവിടെ വീണു പോകും. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കഷ്ടം സഹിച്ചിട്ടും അത് പിടിച്ചു നിൽക്കണമെങ്കിൽ സാധാരണ മണ്ണുകൊണ്ടൊരു മനുഷ്യന് കഴിയത്തില്ല. വചനമായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ വചനം കൊണ്ട് സകലത്തെയും വഹിക്കുന്നവൻ. മനുഷ്യപാപം, മനുഷ്യന്റെ ശാപം, മനുഷ്യന്റെ രോഗമെല്ലാം വഹിക്കണമെങ്കിൽ അത് വചനമാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സാധാരണ മനുഷ്യർക്ക് കഴിയത്തില്ല. ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം ക്രൂരമായ പീഡനം സഹിച്ച് ഒരു മനുഷ്യന് പോലും ഇങ്ങനെ കിടന്ന് സുബോധത്തോടൊരു വാക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ യേശു അവന്റെ അന്ത്യശ്വാസം ഭരിക്കുന്നില്ല, ലാസ്റ്റ് ബ്രീത്ത് വരെ ആത്മാവിനെ തിരിച്ച് പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുന്നവരെയും യേശു സുബോധത്തോടെയാണ് സംസാരിച്ചെന്നാണ് ഈ 7 മൊഴികൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെ, നമ്മളൊക്കെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, ഭാരം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നുപോകും. പിന്നെ ആകെപ്പാടെ വെപ്രാളമാണ്, നെഞ്ചെടുപ്പ് കൂടും, പിന്നെ വിഷയങ്ങളാണ്, പിന്നെ എല്ലാം തകർന്നു പോകും, ഹാർട്ടിന്റെ ബീറ്റ് മാറിപ്പോകും, എല്ലാം പ്രശ്നങ്ങളായി മാറും. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്, ഇത്രയും സഹിച്ചിട്ടും ഇത്രയും ഭാരം വഹിച്ചിട്ടും അവന്റെ സുബോധം നഷ്ടപ്പെട്ടു പോയില്ല. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു അവൻ സ്ഥിരതയോടെ അത് മുഴുവൻ സഹിപ്പാട്ടിടയാറ്റുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾ നോക്കേണ്ടത് കാൽവറിയിലേക്ക് നോക്കിയാൽ മതി. രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കുഞ്ഞാടിന്റെ ക്രൂശിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ രാത്രിയിൽ അവൻ വിരൂപമായി തീർന്നത് ഒരു മാംസപിണ്ഡ പോലെ ആയിത്തീർന്നതിന്റെ അർത്ഥം അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയപ്പോൾ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപാട് എത്തിലൂടെ അസ്ഥികൾ ഒടിയല്ല ചെയ്തത്, അസ്ഥികളുടെ ബന്ധം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അവന്റെ രൂപ ഭംഗിപ്പോയി. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം അവൻ വിരൂപമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ അസ്ഥിയാണ് അവനൊരു രൂപം കൊടുക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു കാൽവറിയിൽ തൂക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയപ്പോൾ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു, അവനെ കണ്ടാൽ ആളല്ല എന്ന് വിചാരിക്കത്തക്കവണ്ണം അവൻ എന്ത് ചെയ്തു? അവന്റെ രൂപം മാറിപ്പോകുവാനിടയായിരുന്നു. അവനെ കണ്ടാൽ ആളല്ല, മനുഷ്യനല്ല എന്ന് വിചാരിക്കത്തക്കവണ്ണം. 52-ാം അധ്യായം, യെശയ്യായുടെ 52-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ
ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ പറയുകയാണ്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും. അസ്ഥികളുടെ ബന്ധം വിട്ടുപോയി കഴിഞ്ഞ് നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഏകദേശം 208 207 അസ്ഥികളുണ്ട്, എനിക്കറിയത്തില്ല എത്ര കറക്റ്റാന്ന് അറിയത്തില്ല. അപ്പൊ ഇത്രയും അസ്ഥികൾ ബന്ധം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ രൂപമില്ല. അതുകൊണ്ട് അവർ പറയുന്നത്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ. അവന്റെ ആകൃതി, അവന്റെ രൂപവും അവന്റെ ആകൃതിയും കണ്ടാൽ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് മാംസപിണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മാംസപിണ്ഡമായി ക്രൂശുമേൽ കിടക്കിയ തോന്നുമാർ വിരൂപമായിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിരൂപമായി തീർന്നു. അതുകൊണ്ടാണ് പലരും അവനെ കണ്ട് എല്ലാവരും വിചാരിച്ചു, ഇത്രമാത്രം അത്ഭുതം ചെയ്തവൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്തവൻ ആണ്ടുകിടക്കുന്നു, രൂപഭംഗിയില്ലാതെ, അവന്റെ ആകൃതി മനുഷ്യനല്ല എന്ന് തോന്നുമാറ് മാംസപിണ്ഡം ക്രൂശിൽ ഞാന്ന് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നേരത്തെ എഴുതി വെച്ചത്, എന്തുകൊണ്ടാ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായി തീർന്നു. യേശു ക്രൂശിൽ കിടന്നപ്പോൾ വിരൂപമായിരുന്നു, എന്നാൽ ആ വിരൂപതയ്ക്കകത്ത് ഒരു തേജസ് ഉണ്ടായിരുന്നു. നമ്മെ രൂപഭംഗിയുള്ളവരാക്കി മാറ്റുവാൻ, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ, തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ, നമുക്ക് നമ്മുടെ പ്രകൃതി മാറ്റി നമുക്ക് ദൈവത്തിന്റെ പുത്രനോട് സദൃശനാക്കി തീർക്കാൻ വേണ്ടിയാണ് യേശു വിരൂപമായി തീരുവാനിടയാത്തത്. ഇവിടെ അവന്റെ പ്രകൃതി കണ്ടെന്ന് പറഞ്ഞില്ല. പ്രകൃതി, മനുഷ്യന്റെ പ്രകൃതിക്ക് മാറ്റമുണ്ടാകും, എന്നാൽ ദൈവത്തിന്റെ പ്രകൃതിക്ക് മാറ്റമില്ല. അത് എന്നേക്കും ഇവിടെ മാറാത്തതാണ്. എന്നാൽ അവന്റെ ആകൃതിക്കാണ് മാറ്റമുണ്ടായത്. ആകൃതി കണ്ടാൽ മനുഷ്യനല്ല തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. അന്ന് പലരും കണ്ട് സ്തംഭിച്ചു പോയെങ്കിൽ അവൻ പല ജാതികളെ കുതിച്ചിയാടുമാറാക്കി. ഞാനും നിങ്ങളുമായിരുന്ന പുറജാതിക്കാരായിരുന്ന, ആർക്കും വേണ്ടാതിരുന്ന ജാതികളിൽപ്പെട്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ ദൈവത്തിനെന്നുള്ള പദവിയുള്ളത്. ബാക്കിയുള്ള എല്ലാ മനുഷ്യനും ജാതികളാണ്. അതിനകത്ത് ഹീനജാതി എന്നോ മറ്റുള്ളതൊന്നും വ്യത്യസ്തമല്ല. എല്ലാവരും ദൂരത്തിലായിരിക്കുന്ന ജാതികളാണ് പെടുന്നത്. അപ്പൊ ഇവർ പറയാണ്, അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. ബന്ധനത്തിൽ കിടന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന ജാതികളായിരിക്കുന്ന എനിക്കും നിങ്ങളെയും കുതിച്ചു ചാടുമാറാക്കുവാൻ, അത് ഉയർപ്പ് തരുവാൻ, ഒരു വിടുതൽ നൽകുവാൻ അതുവരെയും തകർന്നു കിടക്കുകയായിരുന്നു. ഒരു രക്ഷയുമില്ലാതെ ബന്ധനത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തു അവൻ മുഖാന്തരമായി, അവന്റെ ബന്ധം വിട്ടുപോയത് മുഖാന്തരമായി, അവന്റെ ആകൃതി പോയത് മുഖാന്തരം, മനുഷ്യനല്ല എന്ന് തോന്നത്തക്കണമായത് മുഖാന്തരമായി കുതിച്ചു ചാടുമാറക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. രാത്രിയിൽ ദൈവാത്മാവിൽ വിളിച്ചു പറയണം, അതെ, എനിക്ക് കുതിച്ചു ചാടുമാറാക്കുന്ന, എന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന, എന്നെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം ക്രിസ്തു കാൽവറിയിലേറ്റ സഹനത്തിന്റെ ശക്തിയാണ്. അത് മുഖാന്തരമാണ് എനിക്ക് മാറ്റം വന്നത്. ഇവിടെ പലജാതികളെയും ചാടുമാറാക്കി രാജാക്കന്മാവനെ കണ്ട് വായ്പുത്തി നിൽക്കും. അത് സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ജാതികളെ കുതിച്ചു ചാടുമാറാക്കിയപ്പോൾ കഴിഞ്ഞ 2000 വർഷമായ സുവിശേഷം മുഖാന്തരമായി എല്ലാ ജാതികളും, അതിൻ്റെ അകത്തുനിന്ന് കുറെ ജാതികളിൽ എല്ലാവരിൽ നിന്നും, സകല ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ കുതിച്ചു ചാടത്തക്കവണ്ണമുള്ളതായ ആത്മീയ സന്തോഷം പ്രാപിച്ചിരിക്കുന്നതിന്റെ കാരണം വരാനുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാവുള്ളത്, അത് ലോകത്തിലുള്ള ലോകജാതികൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്ന സംഭ്രമവും, അവർക്ക് വലിയ സന്ദേഹങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വലിയ ചിന്തകൾ അവരെ ഭരിക്കുമ്പോൾ, ദൈവമക്കൾക്കറിയാം എന്ത് സംഭവിച്ചാലും ഇതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാ, അവനോട് ചേരാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ലോകജാതികൾ അവർ അമ്പരന്ന് പോകട്ടെ, അവർ സ്തംഭിച്ചു പോകട്ടെ. ദൈവമക്കൾ ഒരിക്കലും കണ്ട് കേട്ട് സ്തംഭിച്ചു പോകരുത്. എന്ത് സംഭവിച്ചാലും നന്മയ്ക്കാണ്, ദൈവത്തിന് ഹിതമാണെന്നുള്ള രീതിയിൽ നമ്മൾ ദിവസങ്ങളിൽ ജീവിതത്തെ അഭിമുഖീകരിക്കണമെന്ന് ഞാൻ ഓർമ്മ. രാത്രി ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും വിധത്തിൽ ക്ഷീണം ഉണ്ടായി മടുത്തു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി ഭാവികളാൽ കഷ്ട സഹിച്ച യേശുവിനെ ധ്യാനിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ ധ്യാന 22 സങ്കീർത്തനവും യേശാവിന്റെ 53, 52, 53 അധ്യായങ്ങളൊക്കെ ഒന്ന് വായിച്ച്, കർത്താവിന്റെ ക്രൂശനെ കുറിച്ചുള്ള സുവിശേഷം എഴുതിയ ഭാഗമൊക്കെ ഒന്ന് വായിച്ചൊന്ന് ക്രൂശനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷീണമെല്ലാം മാറും, നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് പ്രത്യാശ ഉണ്ടാകും. കർത്താവെ, നീ സഹിച്ചത് മുഴുവനും എനിക്ക് വേണ്ടിയാണല്ലോ, നീ മുമ്പിൽ കണ്ട സന്തോഷം ഞങ്ങളായിരുന്നല്ലോ, ആ
സന്തോഷത്തിലേക്ക് ഞങ്ങളെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വലിയ തീർന്നത്, യാഗമായി തീർന്നത് ഞങ്ങളുടെ വിടുതലിന് വേണ്ടിയാണല്ലോ എന്നുള്ള സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാൻ ഇടയത്തരും. അതുകൊണ്ട് നമുക്ക് മുമ്പിലുള്ള ഭാവിയിൽ അടഞ്ഞതല്ല. നമ്മുടെ മുമ്പിലുള്ള ഭാവി ഒരിക്കലും അത് നിരാശാപൂർണമല്ല. നമ്മുടെ മുമ്പിലുള്ള ഭാവി അത് തേജസ്സുള്ളതാണ്, അത് നിത്യതയ്ക്കുള്ളതാണ്. അത് അത് ഇന്ന് രാത്രി സംഭവിക്കുകയാണെങ്കിൽ നാം എത്ര ഭാഗ്യമുള്ളവരായി. അങ്ങനെയാണ് ഉള്ള കർത്താവ് നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത്, നാളെ വരട്ടെ, ഇന്ന് സന്തോഷമുണ്ടെങ്കിൽ നാളെ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വീട് വെക്കരുതെന്നോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുതെന്നോ കൃഷി ചെയ്തെന്നല്ല എൻ്റെ അർത്ഥം. അതെല്ലാം വേണം, പക്ഷേ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. അത് വരട്ടെ, വരുമ്പോൾ നമുക്കത് അതിന് മുമ്പായി ദൈവമാനുള്ള കാര്യങ്ങളെ ക്രമീകരിച്ചോളും. നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട, നാളത്തെ ദിവസത്തിന് വേണ്ടി കരുതിക്കൊള്ളൂ. അതെന്താണെന്ന് വരും, ദൈവത്തിന് ലിഖിതമാണ്. പക്ഷെ നമുക്ക് പ്ലാനിങ് വേണം, ദൈവത്തിൻ്റെ പ്ലാനിങ് ഉണ്ടായിരിക്കണം. പക്ഷെ അത് ഓർത്ത് നാം ഭാരപ്പെടാൻ ഇടയാകരുത്. എൻ്റെ ദൈവം അതെല്ലാം നന്നായി ചെയ്യുമെന്നുള്ള ചിന്തയോടുകൂടി ക്ഷീണിച്ച് മടുക്കുമ്പോൾ കർത്താവിനെ ധ്യാനിക്കണം, ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കണം. കർത്താവെ, നീ എനിക്ക് വേണ്ടിയാണല്ലോ ഈ ഇത്രമാത്രം കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് ആ ക്രൂശ് സഹിച്ച ക്രിസ്തുവിനെ, അവൻ്റെ അവസാന നിമിഷങ്ങളെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണം മാറുവാനിടയാത്തരും. അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിനെ കുറിച്ചുള്ള ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ യേശു സംസാരിച്ചത് ആദ്യമായി ക്രൂശിൽ അവനെ ആണിയടിച്ചപ്പോൾ യേശു വിളിച്ചു പറഞ്ഞതാണ്, ദൈവമേ, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. ലൂക്കോസ് 23:34 വാക്യത്തിലാണ്. രണ്ടാമത്തെ ഭാഗം നമ്മളിന്ന് ചിന്തിച്ചിരുന്നു. രണ്ടാമത്തെ ഭാഗം ലൂക്കോസിന്റെ രണ്ടാമത്തെ മൊഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് 23 തന്നെയാണ്. പർദീസയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവഭയമുണ്ടായ ഒരുവനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവൻ പറഞ്ഞു, നിനക്ക് ദൈവത്തെ ഭയമില്ലേ എന്ന് ചോദിച്ചു. ദൈവഭയമാണ് ജ്ഞാനം. ഈ കോളേജിൽ പോയോ സ്കൂളിൽ പോയോ ഒക്കെ പഠിക്കുന്നതൊക്കെ നല്ലതാണ്. അത് നമുക്ക് ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കും, അത് വേണ്ടതാ. ഇന്റലിജൻസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷാജ്ഞാനം, അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇലക്ട്രോണിക്സിനോ ഫിസിക്സോ തമിഴോ അല്ലെങ്കിൽ ലാംഗ്വേജുകളോ അതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ യഥാർത്ഥമായ ജ്ഞാനം ദൈവഭയമാണ്. ദൈവഭയം വരുമ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാകും. അതാണ് ഇവിടെ കണ്ടത്. അവന് ദൈവഭയം വന്നപ്പോൾ, അവന്റെ മാനസാന്തം വന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി യേശു രാജാവാണെന്ന്. അവൻ ഭാവിയിൽ വരാനുള്ള നിത്യതയുടെ രാജാവാണെന്നുള്ള വെളിപ്പാട് അവന് കിട്ടിയതുകൊണ്ടാണ് പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് അവിടെ അവൻ യേശുവിനോട് പറയുകയാണ്. യേശുവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ഏത് സംസാരിക്കുന്ന അസ്ഥികളൊക്കെ ബന്ധം വിട്ട് അവൻ ക്രൂശിൽ കിടന്ന്, ഞാൻ പറഞ്ഞ സുബോധത്തോടെ സംസാരിക്കുക, വളരെ ക്ഷീണിതനായി, അടിച്ചു തകർക്കപ്പെട്ടവനായി. എന്നാൽ അതിന് മുമ്പിൽ യേശു ക്രൂശിൽ കിടന്ന് കണ്ടത് അതുവരെ അവനെ അടിച്ച അടികളെ കുറിച്ചോ, അവനെ തുപ്പിയതിനെ കുറിച്ചോ, നിന്ദിച്ചതിനെ കുറിച്ചോ, അവന്റെ മുഖത്തെ രോമം പിഴുതു പറിച്ചതിനെ കുറിച്ചോ ഒന്നുമല്ല യേശു ചിന്തിച്ചത്. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. സന്തോഷിക്കണമെങ്കിൽ ഇന്നലെയും ഇന്നും നീ ഞാൻ കടന്നുപോയ കഷ്ടതയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കാൻ കഴിയുമെങ്കിൽ, അത് ഞാൻ അറ്റൈൻ ചെയ്യാൻ പോകുന്ന, ഞാൻ പ്രാപിച്ചെടുക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ലക്ഷ്യപ്രാപ്തി ഉണ്ടെങ്കിൽ നാം ആ സമയത്തും ദൈവത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കും. യേശുക്രിസ്തു അതാണ് ചെയ്തത്. അവനെ അടിച്ചതിനെ കുറിച്ചോ ഇവിടെ പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറമെ പഴയ കാലങ്ങളെ കുറിച്ചുള്ള കഷ്ടതയെല്ലാം ഓർത്ത് നമ്മൾ ആകപ്പാടെ വിഷമിച്ച് അവരിന്നത് ചെയ്യലും ഇവരിന്നത് ചെയ്യലും അതെല്ലാം കണക്കൂട്ടിയിരിക്കുക. കർത്താവ് അങ്ങനെ ചിന്തിക്കാനേ പോയില്ല. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു കർത്താവ് നോക്കിയത് മുമ്പിൽ വെച്ച സന്തോഷമോ. അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ദിവസത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതായ ദുഃഖകരമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും ഓർക്കരുത്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ള മനസ്സുകൊണ്ട് ഇടിഞ്ഞു പോകും. രാത്രി ചിലരോട് ദൈവാനം സംസാരിക്കുക, അത് അങ്ങനെ പോയിപ്പോല്ലോ, അത് നെഗറ്റീവായി പോയല്ലോ, അത് പരാജയമായി പോയല്ലോ, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അവരങ്ങനെ പറഞ്ഞല്ലോ. യേശു അങ്ങനെ ചിന്തിക്കാൻ പോയില്ല. അങ്ങനെ അനുഭവിച്ചു. അത് അന്നത്തെ കൊണ്ട് കഴിഞ്ഞു. അതാ പറഞ്ഞത്, മുൻപോട്ട് നോക്കണ്ട, മുമ്പോട്ട് തന്നെ നോക്കുക. മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവ് മുമ്പിൽ സന്തോഷമോർത്തു. അതുകൊണ്ട്
നിരാശപ്പെട്ട് പഴയ കാലത്തെക്കുറിച്ച് പഴയ നാമത്തേക്ക് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷിക്കണം. കർത്താവ് എത്രയോ നന്മ ചെയ്തതിനെ ഓർത്ത് സന്തോഷിക്കണം. അത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാര്യമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ കുറിച്ചെല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നെ നിരാശയെ തിരിയുള്ളൂ, ബുദ്ധിമുട്ടായി തിരിയുള്ളൂ. അതുകൊണ്ട് മുമ്പിൽ വെച്ച് സന്തോഷം ഓർക്കുക. എന്തെങ്കിലും കാര്യം ആരെങ്കിലും ഉപകാരമൊക്കെ ചെയ്യല്ലോ അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി എന്ന് പറയുക. ഇനിയല്ല അങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കർത്താവ് അതല്ല ചെയ്തത്, ദൈവം ഇവർ ചെയ്ത് എന്നൊന്ന് അറിയായിക്കുക. ഞാനും നിങ്ങൾ സഹിക്കണമെങ്കിൽ അത് ക്രൂശിൽ ആകണമെങ്കിൽ ചിലരൊക്കെ വേണമല്ലോ. ദൈവം അത് ചിലരെ അങ്ങ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ ഞാൻ സഹിക്കണമെങ്കിൽ ചിലർ അതിന് പുറകിൽ വേണം. എന്നെ കുത്തി നോയിക്കണമെങ്കിൽ ആരെങ്കിലും വേണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് സഹിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ സഹിക്കണതിന് ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഓർത്ത് ഭാരപ്പെടേണ്ടതാണ് ഇവിടെ പറയുന്നത്. കഥ പറഞ്ഞു അതൊന്നും അത് വിഷയമാക്കിയില്ല. കഥ മുമ്പ് വെച്ച് സന്തോഷം ഓർത്തതുപോലെ ദിവസങ്ങളിൽ നമുക്ക് മുമ്പ് വെച്ച് സന്തോഷം ഓർത്ത് യാത്ര ചെയ്യാൻ കഥ നമ്മെ സഹായിക്കട്ടെ. പ്രസംഗിക്കാൻ എളുപ്പമാണ്. ജീവിതത്തിന്റെ ഭാരം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഞാനും നിങ്ങളും എല്ലാം തളർന്നു പോകുന്നവരാ. എന്നാൽ കൂടെ കൂടെ ഓർപ്പിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം നമ്മെ ബലപ്പെടുത്താൻ വേണ്ടിയാ, നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി വിചാരിക്കുക, അതെ, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി. മുമ്പിൽ ഒരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശയുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ ഇവിടുന്ന് നാം എന്ത് ചെയ്യും? പറന്നുയരും. അതുകൊണ്ട് നാളത്തെ ജീവിതത്തിന്റെ ബാധ്യതകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വെക്കാനുള്ള വഴികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോൺ എടുത്ത് വെച്ച് ചിലർക്ക് പൈസ ലോൺ എടുക്കത്തില്ല, കടമെടുക്കത്തില്ല. പക്ഷെ വസ്തുവൊക്കെ കൊണ്ട് ഈട് വെച്ച് ലോൺ എടുത്തോളാനേ. കാരണം ഇവിടുന്ന് പോയാൽ അവരിത് എടുത്തോട്ടെ, നമുക്കതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ കൊടുക്കാത്ത കടങ്ങളൊന്നും നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാം തീർക്കേണ്ട സമയത്ത് തീർത്തോളും. ഞാനും വിചാരിച്ചു, ആരെയൊക്കെ വിചാരിച്ചു കർത്താവ് വരുമ്പോൾ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ലോണൊക്കെ എടുത്ത് എങ്ങനെ വിചാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് ഇട്ട് പോയാൽ പറഞ്ഞു കേൾക്കേണ്ട ഇനിയും ബാധ്യതകളൊന്നുമില്ല. അവരെടുത്തോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലോൺ എടുക്കാതിരിക്കുകയൊന്നും വേണ്ട. വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ ലോണൊക്കെ വെച്ച് ലോൺ എടുത്തോണം. അത് നമ്മൾ ഇവിടുന്ന് ഇപ്പം ബാധ്യതയായി തീരത്തില്ല. നമ്മളിവിടുന്ന് പറന്നു വരുമ്പോൾ അത് അവരെടുത്തോളും. അതുകൊണ്ട് അതേക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മളെ ബന്ധിക്കുന്ന ഒന്നും ചാടുകളൊന്നും ബന്ധിച്ചിടണ്ട. അതുകൊണ്ട് ദിവസങ്ങളിൽ അങ്ങനെ മറ്റെന്തെങ്കിലും കൊടുത്തു വെക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ ദൈവത്തോട് കർത്താവേ, അങ്ങനെ വരവിന് തടസ്സമായി നിൽക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാ കടഭാരങ്ങളെയും മാറ്റണം, എല്ലാ കാര്യങ്ങളും മാറ്റണം, പ്രാർത്ഥിക്കണം. ദൈവം മറുപടി വന്നോളും. ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് നമ്മളെ കൊണ്ട് ഇല്ലാത്തതുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തു വെക്കാനുണ്ടെങ്കിൽ ദൈവത്തോട് കർത്താവേ, അതെല്ലാം വേഗത്തിൽ തീർക്കാൻ എനിക്ക് കൃപ നൽകണമേ, എൻ്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും ഒരുക്കത്തോടെ കർത്താവിന്റെ വരവിന് ഒരുക്കപ്പെടുവാൻ വേണ്ടി ഒരുക്കപ്പെട. ദൈവത്ത് പറഞ്ഞ കഥ ഇത് ഇന്ന കാര്യങ്ങളോട് കൊടുത്തു വെക്കേണ്ടതാണ്. എനിക്ക് എൻ്റെ കൈവശമില്ലാതെ വേഗത്തിൽ കൊടുത്തു വെക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ വരുമ്പോൾ എനിക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ ബാധ്യതകളായിട്ടൊന്നും കാണരുന്നുണ്ട്. നമുക്കറിയാം, ബാങ്കിലൊക്കെ ലോൺ കഴിഞ്ഞാൽ ഒരു ബാധ്യത 13 വർഷം അല്ല ബാങ്കിൽ ബാധ്യത ചോദിക്കും, ബാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോഴും സ്വർഗം നമ്മളെ നോക്കി ബാധ്യത ഇല്ലാത്തവരായി നമുക്ക് പറന്നു പോകത്തക്കവണ്ണമുള്ള ഒരു ജീവിതം നമുക്ക് നൽകാൻ വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, ബാധ്യതയുള്ള ജീവിതമായി തീരാൻ എന്നെ ഇടയാക്കരുത്. ദിവസങ്ങളിൽ നീ അതെല്ലാം കർത്താവെ കൊടുത്തു തീർക്കുവാൻ എന്നെ കൊണ്ട് ശക്തനാക്കും. അങ്ങയുടെ വരവിന് വേണ്ടി തടസ്സമായിട്ടുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ മൂന്നാമത്തെ മൊഴി, അപ്പോൾ നീ എന്നോടുകൂടി പരിശീലിക്കുന്നുള്ള ആ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. യേശുവിൻ്റെ മറ്റുള്ള എല്ലാവരും അവനെ വാസ്തവത്തിൽ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നീ രാജാവാണോ, ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തിൻ്റെതായ ശബ്ദം ഉണ്ടാകുമ്പോൾ അവിടെ ഈ യേശുവോട് ക്രൂശിക്കപ്പെട്ട ആ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ, ദൈവജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, പിതാവാൻ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുത്രനായ യേശുവിനെ കുറിച്ചുമുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് പരിശ്രമം അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തോളം. കർത്താവ് പറഞ്ഞു, ഞാൻ അന്നല്ല ഓർക്കുന്നു, അന്ന് നിന്നെ ഓർക്കും. പക്ഷേ നീ മാനസാന്തരപ്പെട്ട, നിനക്ക് ദൈവജ്ഞാനം ലഭിച്ച ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ ഓർക്കും. അതെ, ആര് മറന്നു കളഞ്ഞാലും മറക്കാത്ത ദൈവസ്നേഹം. അതേ കഥ പറഞ്ഞു, നിന്നെ അന്ന് ഞാൻ ഓർക്കും, പക്ഷേ ഇന്ന് ഈ നിമിഷം തന്നെ ഞാൻ നിനക്ക് വാക്ക് നൽകുക, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. യേശുവിനോട് കൂടെ, അതെ, അവന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ആര് തീരുമാനമെടുത്താലും ആ ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് പറയും, നീ എനിക്കുള്ളവനാ, നിന്നെ ഞാൻ കൈവിട്ട് കളയത്തില്ല.
ലോകം നിന്നെ തള്ളിക്കളയും. അതെ, നീ ക്രൂശിതനായി നിന്റെ കൈകാലുകൾ ഒടിച്ച് എടുക്കപ്പെടും. നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും കൊണ്ടുപോയി നിന്നെ മറവയും, അല്ലെങ്കിൽ നിന്റെ ബോഡി അവിടെ ഇട്ടേക്കും. അത് നാളെ കഴുകനൊക്കെ വന്നു നിന്നിട്ട് ആരും അങ്ങനെ ക്രൂശ് മരിക്കുന്നവരെ ടേക്ക് ഓവർ ചെയ്യാൻ ആരും വരത്തില്ല. കാരണം അവരൊക്കെ വേണ്ടപ്പെടാത്തവരാണ്. ക്രൂശിൽ മരിച്ചവരെ തള്ളിക്കളയും. അവരുടെ ബോഡികൾ അവിടെയുള്ള വിട്ട് കഴിയുമ്പോൾ തലയോടിടം എന്നുള്ള സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അങ്ങനെ ഒരുപാട് പേരുടെ തലയോട്ടി ഇവിടെ കിടപ്പുണ്ട്. കാരണം ഇവനെ ശവമടക്കാൻ വേണ്ടി ആരും അവിടെ വരാറില്ല. അങ്ങനെ ത്യജിക്കപ്പെട്ടവരായി അവിടെ കൂട്ടിയിട്ടിരുന്ന ഒരുപാട് ശവശരീരങ്ങളുടെ തലയോട്ടികൾ അവിടെയുണ്ട്. തലയോടിയിടം എന്നതിൻ്റെ അർത്ഥം അതാണ് ദ പ്ലേസ് ഓഫ് സ്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അവനെ അങ്ങനെ കൊണ്ടിട്ടാലും അവന് മാന്യമായ ശവസംസ്കാരം കിട്ടിയില്ലെങ്കിലും കഥ പറഞ്ഞു, നീ പേടിക്കുമൊന്നും വേണ്ട, നീ എന്നോട് കൂടെ എന്ന് പരദേശിക്കും. ഈ ലോകത്തിൽ മാന്യതയൊന്നും ലഭിച്ചില്ലെങ്കിൽ എത്ര മോശക്കാരനാണെങ്കിലും കർത്താവ് ക്ഷമിച്ചാൽ ക്ഷമയാണ്. അവിടെ പറയുന്നത്, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവനാർ. ലേഖനത്തിൽ പൗലോസ് ശക്തമായ രീതിയിൽ ചോദിക്കുകയാണ്, നീതീകരിക്കുന്നവൻ ദൈവമാണ്, കുറ്റം വിധിക്കുന്നവനാർ. യേശു അവനെ നീതീകരിച്ചു. കാൽവറിയിൽ യേശു അവനെ നീതീകരിച്ച് അവനെ പരദീസിലേക്കുള്ള വഴി തുറന്നു കടിച്ചിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ലോകം വിട്ടത്. അപ്പോൾ അവന്റെ ശുശ്രൂഷ ക്രൂശിന്മേൽ തികച്ചെടുക്കുമ്പോൾ ആദ്യം തുടങ്ങിയത് വെള്ളത്തെ വീഞ്ഞാക്കി, അതെ, ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞുണ്ടാക്കി, ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം ഉണ്ടാക്കി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആ മുന്തിരിത്തോട്ടമായിരിക്കുന്ന മണവാട്ടി സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ തുടങ്ങിയെങ്കിൽ പരദീസിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? മരിപ്പാനായിട്ട് അവന് വഴി തുറന്നു കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസിലേക്ക്. അപ്പോൾ കർത്താവ് അവസാനമായി ചെയ്ത കാര്യം ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളൊക്കെ പറയും അവസാനമായി ചെയ്ത, ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവന്റെ മൽക്കോസ് എന്ന അവന്റെ കാതടുത്ത് കളഞ്ഞപ്പോൾ അവനെ അത് വെച്ചു പിടിപ്പിച്ച് ദൈവം അവിടെ അവനെ സൗഖ്യമാക്കിയതാണ് ചിന്തിച്ചെങ്കിൽ, ഇവിടെ കർത്താവ് കരം കൊണ്ടൊന്നും ചെയ്തില്ല. പക്ഷേ അവന്റെ ശക്തമേറിയ വചനം കൊണ്ട് അവൻ അവസാനത്തെ ആ ശുശ്രൂഷ തികച്ചെടുക്കുകയാണ്. എന്താണെന്നറിയാമോ? അതെ, അവനോട് പറഞ്ഞു, ഒരു മനുഷ്യന് കിട്ടുന്ന യേശു ചെയ്ത ശുശ്രൂഷയുടെ അവസാനത്തിൽ ഒരു മനുഷ്യന് കിട്ടിയ, ഏക മനുഷ്യനായിരിക്കുന്ന അല്ലെങ്കിൽ അവന് വിടുതൽ കിട്ടിയ സന്ദർഭത്തിന്റെ അവസാന ഭാഗം കാണാൻ സാധിക്കുന്നത്, അവനെ പരദീസിലേക്കുള്ള പ്രവേശനം ദൈവം അവന് വാഗ്ദാനം ചെയ്യുവാനിടയാത്തത്. അത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് കർത്താവ് പറഞ്ഞ കാര്യം അതുപോലെ നടക്കാനിടയാത്തത്. അതാണ് രണ്ടാമത് പറഞ്ഞ മൊഴി. മൂന്നാമത്തെ മൊഴിയെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്നത്, അതേക്കുറിച്ചാണ് നമ്മൾ 25-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുന്നത്. യോഹന്നാൻ 19 അധ്യായം 26, 27 വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ മൊഴി, ഇപ്പൊ രണ്ട് മൊഴികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തെ മൊഴിയെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ 19, 25. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മക്കളുടെ കാര്യത്തിൽ മറിയം നിന്റെ. ഇവിടെ 4 പേരുണ്ട്, 3 മറിയമാരാണ്. അപ്പോൾ ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരി എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ, അമ്മയുടെ സഹോദരി, അതുപോലെ ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, മക്കളുടെ കാര്യത്തിൽ മറിയ, ഇങ്ങനെ 4 സ്ത്രീകൾ അവിടെ നിൽക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. തുറന്നു പറഞ്ഞിരിക്കുന്നത് നിന്റെ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. പറഞ്ഞാൽ ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാനാണ്. യോഹന്നാൻ അവിടെ യേശുവിന്റെ ക്രൂശുകളുണ്ടായിരുന്നു. കാരണം ഈ സ്ത്രീകൾ അവിടെ എത്തിയിരുന്നു. നഗരത്തിനടുത്തായിരുന്നു ഈ യേശുവിനെ ക്രൂശിച്ച സ്ഥലം. അതുകൊണ്ട് അവരവിടെ അവനെ അനുഗമിച്ച് യേശുവിന്റെ പിന്നാലെ പോയതിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവരോട് തിരിച്ചവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ചൊല്ലി യേശുവിൻ പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെയും കൂടി ചൊല്ലുവി കരയുവീനെന്ന് പറഞ്ഞ കർത്താവ്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ, പുരുഷന്മാർ യേശുവിന്റെ പിന്നാലെ, ആ ക്രൂശിന്റെ പിന്നാലെ അനുഗമിച്ചിരുന്നു. അവസാനം വരെയും എത്തിയതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് 4 പേരുടെ പേരുകളാണ്. അത് 5-ാമനായി പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനാണ്. അപ്പൊ ഇവര് അവിടെ നിൽക്കുമ്പോൾ ശിഷ്യൻ നിൽക്കുന്ന കണ്ടിട്ട് യേശു കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പോൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്
ദൈവവചനമാണ്. അപ്പോൾ യേശുവിനെ പ്രസവിച്ച, യേശുവിന് ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള പാത്രമായി തീർന്ന ഈ മറിയ ക്രൂശിനടുക്കൽ നിന്നപ്പോൾ കർത്താവ് തൻ്റെ ബന്ധം അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അവൻ അവൻ വാസ്തവത്തിൽ അവിടെ ചെയ്തത് ഒരു മകൻ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമോ ആ ഒരു കടപ്പാട് യേശുവോട് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു. ഇവിടെ അവൻ മരിക്കാൻ പോകുമ്പോൾ അവൻ്റെ അമ്മ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, കാരണം ഒരു കൊടിയ കുറ്റവാളിയായി യേശുവിനെ ക്രൂശിച്ചത് കൊണ്ട് സമൂഹത്തിൽ മറ്റുള്ള മുമ്പിൽ ഒരു വിലയും കാണാതെ, നമുക്കറിയാമല്ലോ ഉന്നതമായ സ്ഥാനം ഏൽക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ വലിയ വിലയുണ്ട്. ഒരാൾക്ക് IAS കിട്ടി അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളൊക്കെ ഫോട്ടോ കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ഹിസ്റ്ററി എടുത്തുകൊണ്ട് വരും, എവിടെ നിന്നാണ് ജനിച്ചത്, ആരുടെ മക്കളാണെന്നൊക്കെ പറയും. അതൊക്കെ ബഹുമാനമാണ്. പക്ഷെ ഇവിടെ ഈ ക്രൂശീകരിക്കപ്പെട്ട് റോമൻ നിയമത്തിനനുസരിച്ച് ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെ അറിയാമായിരുന്നു അവൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ വാള് കടന്നിരിക്കുക. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാള് കടക്കുമെന്ന് ശിമിയോൻ യേശുവിൻ്റെ ജന്മത്തെങ്കിൽ അവനെ കരങ്ങളെടുത്തുകൊണ്ട് മറിയോട് സംസാരിച്ചിരുന്നു. നിന്റെ പ്രാണിലൂടെയും ഒരു വാള് കടക്കുമെന്ന്. കാരണം അത്രമാത്രം അവളും തകർക്കപ്പെട്ടു. കാരണം യേശു അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ അപമാനിതയായി തീർന്നു. കാരണം യേശുവിനെ പ്രസവിച്ചതും മുഖാന്തരമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പറഞ്ഞിട്ടുണ്ട്, നീ കുടിച്ച മുലയും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളതെന്നൊക്കെ പലരും പറഞ്ഞതാ. പക്ഷേ യേശുവിൻ്റെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ നേരെ തിരിച്ച് പറയാൻ തുടങ്ങി, ഇവളെത്രയും ഭാവിയായിട്ടുള്ള വേറെ ആരുമില്ല, ഇവനെ ജനിപ്പിച്ചത്, ഇവന് ജന്മം കൊടുത്ത ഇവൾ എത്ര മോശമാണ് എന്നുള്ള രീതിയിൽ അവിടെ അപമാനം പറയുവാട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ജനനത്തെങ്കിൽ അവർക്കാർക്കും യേശുവിനെ ജനനത്തെ അത് വളരെ രഹസ്യമായതുകൊണ്ട് അവരാരും യേശുവിൻ്റെ അമ്മ മറിയയ്ക്കോ യോസഫിനോ ഒരു അപമാനമേക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വെറുക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, ആരുമില്ലാത്തവനായി അവിടെ കിടക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് യാതൊരു ബഹുമാനവും ഇല്ല സമൂഹത്തിൽ നിന്ന് യേശുവിന് മനസ്സിലായപ്പോൾ യേശു ബഹുമാനം കൊടുക്കുകയാണ്. മറിയെ നോക്കി പറയുകയാണ്, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. കാരണം യേശുവിനറിയാം, യേശുവിനെ സ്നേഹിച്ച യോഹന്നാൻ അവൻ്റെ അമ്മയെ സ്നേഹിക്കുമെന്ന്. മറ്റാരും സ്വീകരിക്കാനില്ലെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ അവൾക്ക് മടങ്ങിപ്പോകുമ്പോൾ നാട്ടുകാരും മറ്റുള്ളവരെല്ലാം, ഞാൻ വിചാരിക്കുന്നത് വേണേ അവളെ റിജക്റ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ, ഒരു കൊടിയ കുറ്റവാളിയുടെ വീടുകളൊക്കെ ഇടിച്ചു നിർത്തി കളയാറുണ്ട്. അവിടെ മാതാപിതാക്കൾ അതിനെ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ ബഹുമാനമില്ലാത്തവളായി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളിയുടെ അമ്മയായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് അത് സഹിച്ചു നിൽക്കുവാൻ കഴിയാത്ത സമയത്ത് യേശു തൻ്റെ അമ്മയ്ക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് അവൻ സ്നേഹിച്ച അതിനു വേണ്ടിയാണ് യോഹന്നാനെ ക്രൂശിനരികെ കൊണ്ടുവന്നത്. കാരണം അവൾക്ക് ഇനി എവിടെ പോകണം എന്നറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ആകെ കലങ്ങിയ ഒരു അന്തരീക്ഷം, കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷം, എല്ലാവരും തേച്ചു പറഞ്ഞ ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ക്രൂശിച്ച ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവിടെ ആശ്വസിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ദൈവം കണ്ടിരുന്നത് താൻ സ്നേഹിച്ച യോഹന്നാനായിരുന്നു. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ അറിയാം ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ളത്. നിന്നെയും എന്നെയും ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് നമ്മുടെ കർത്താവിനറിയാം. അവൻ ക്രൂശിൽ കിടന്നപ്പോൾ അവൻ്റെ അമ്മയെ അവൻ ഏൽപ്പിച്ചു കൊടുത്തത്, ഫലമേൽപ്പിച്ചത് യോഹന്നാനെയാണ്. യോഹന്നാൻ പറഞ്ഞു, ഇതാ നിന്റെ നിൽക്കുന്നവരുടെ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിശുവിനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. യേശു പറഞ്ഞു, പറഞ്ഞത് യേശുവിനെ പ്രസവിച്ച മറിയയെ ആരും ഒരുപക്ഷെ സ്വീകരിക്കും. എനിക്കറിയത്തില്ല പശ്ചാത്തലം എന്താണെന്നുള്ളത്, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ആ സമൂഹത്തിന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവിടെ വലിയൊരു അപമാനിതയായി തീർന്ന ഒരു അവസ്ഥയിലാണ് ഈ മറിയ തീർന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെയായി തീരണം എന്നൊക്കെ ഒന്നും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ ശബ്ദം
ആശ്വസിക ശബ്ദമായിരുന്നു, കരുതലിന്റെ ശബ്ദമായിരുന്നു. യേശു പറഞ്ഞു, യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്നെ സ്നേഹിക്കുന്ന ഒരു മകനെ ഞാൻ നിനക്ക് തരികയാണ്. യോഹന്നാനോട് പറഞ്ഞു, പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിക്കൊടുന്നതിന്റെ അർത്ഥം, ക്രിസ്തു മുഖാന്തരമായിട്ടുള്ള യേശു ക്രിസ്തു ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ മനുഷ്യനായതുകൊണ്ട് അവനൊരു അമ്മയുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ഒരു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അവനൊരു അമ്മയുണ്ടായിരുന്നു. എന്നാൽ അവൻ ദൈവപുത്രനായതുകൊണ്ട് അവന് ഈ ലോകത്തിൽ ഒരു പിതാവില്ല. എന്നാൽ സ്വർഗീയ പിതാവ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ആരംഭമില്ല, അവസാനമില്ല എന്നൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിന് ഒരു മാതാവുണ്ടായിരുന്നു, എന്നാൽ പിതാവില്ലായിരുന്നു. എന്ന് പറഞ്ഞ അർത്ഥം, അവൻ മനുഷ്യനായി ജനിച്ചപ്പോൾ ഈ ലോകത്തുള്ളൊരു പിതാവ് മുഖാന്തരമല്ല അവൻ ജനിച്ചത് സ്വർഗീയ പിതാവിനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൈവപുത്രനാകുമ്പോൾ അവൻ അമ്മയില്ല. ദൈവപുത്രനാകുമ്പോൾ അവന് പിതാവുണ്ട്. അവനർത്ഥം, യേശു ക്രിസ്തു മനുഷ്യനായപ്പോൾ അവൻ അമ്മയുണ്ടായിരുന്നു, അവന് പിതാവില്ലായിരുന്നു. എന്നാൽ യേശു ദൈവപുത്രനാകുമ്പോൾ അവന് അമ്മയില്ല, അവന് പിതാവുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ആരംഭമില്ല, അവസാനമില്ലെന്ന് പറയുമ്പോൾ മനുഷ്യനായ ക്രിസ്തുവിന് അമ്മയുണ്ടായിരുന്നു. ആ മനുഷ്യനായിരിക്കുന്ന അമ്മയെ മാനുഷികമായിരിക്കുന്ന ബന്ധത്തിൽ യേശു കൈമാറി. താൻ സ്നേഹിച്ച ശിഷ്യനായിരിക്കുന്ന ആ യോഹന്നാന് കൈമാറിയിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ അമ്മ. മറിയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ, അവൻ നിന്നെ സ്നേഹിക്കും, നിന്നെ അവൻ കരുതും എന്നുള്ള കരുതൽ അവിടെ കർത്താവ് ക്രൂശിൽ ചെയ്തിട്ടാണ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് പരമേൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ വചനവിരുദ്ധമായ ഒരു കാര്യത്തിന് നമ്മളാരെയും അപ്പനെ അമ്മയൊന്നും ബഹുമാനിക്കാനും പോകരുത്, അവരെ തൃപ്തിപ്പെടുത്താനും പോകരുത്. അപ്പോൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അവർ പറയുന്നത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ പറയുന്നത്, ഇപ്പൊ ഇവിടെ അപ്പനും അമ്മയും അനുസരിച്ചല്ലോ, അങ്ങനെ പറയുന്നത് കർത്താവിൽ അനുസരിപ്പിനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ. ഈ വചനം വായിച്ച് പഠിക്കാത്തവർക്ക് കുഴപ്പം. അപ്പനും അമ്മയും നമ്മള് വിശ്വാസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത കൊടുക്കേണ്ടത്. അതല്ലാതെ അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ചല്ല. അവര് അങ്ങനെയുള്ള അപ്പനും അമ്മയും ബഹുമാനിക്കാതെ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അവർ പറയുന്നല്ല അനുസരിച്ച് നാളെ വിശ്വാസത്തോണെന്നല്ല. അങ്ങനെ തന്നെ അർത്ഥം. കർത്താവിൽ അനുസരിപ്പിക്കുന്ന പറയുന്നത്. കർത്താവിൽ അനുസരിപ്പിക്കും. ഭർത്താവിനെയും ഭാര്യയൊക്കെ അനുസരിക്കണം. നാളെ വിശ്വാസം വിട്ട് വരാൻ പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത്. കർത്താവിൽ അനുസരിക്കാൻ പറഞ്ഞു. കർത്താവിനായി ദൈവത്തിനായിരിക്കും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പനെ അമ്മയല്ല നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്, അവരെ നമ്മൾ അനുസരിക്കേണ്ടത്. ദൈവത്തെ നമ്മൾ അനുസരിക്കണം. ഇവിടെ കർത്താവ് കാണിച്ചെന്ന മാതൃക കണ്ടുകൊണ്ട് വിചാരിക്കരുത്, എനിക്കും എൻ്റെ അപ്പനും അമ്മയും എല്ലാം അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അവന് കർത്താവ് ആ ബന്ധം കാണിച്ചു കൊടുത്തു, അവൻ ബഹുമാനിച്ചു, കാണിച്ചു കൊടുത്തു. അവളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ സ്നേഹിക്കുന്ന ഒരു മകനെ കാണിച്ചു കൊടുത്തു. എന്നാൽ നമുക്ക് ആ രീതി വെച്ചെല്ലാം പഠിക്കരുത്. തിമോഥെയോസ് ലേഖനം പറയുമ്പോൾ കർത്താവിൽ അനുസരിപ്പി, നിങ്ങളുടെ മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി എന്ന് പറയുന്നത്. കർത്താവിന് വചനത്തിന് അനുസരണമില്ലാത്ത ഒരു കാര്യവും അനുസരിക്കേണ്ട. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരുപാട് പേർക്ക് തെറ്റുപറ്റാറുണ്ട്. വിശ്വാസം വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് തെറ്റുപറ്റാൻ കഴിയൂ വചനം അറിയാത്തത് കൊണ്ടാണ്. ഈ വചനം അറിയാത്തതുകൊണ്ട് അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നതായിരിക്കും അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. ഇത് ഞാൻ റെഫറൻസ് വേണമെങ്കിൽ എടുത്തുതരാം, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തിമോഥെയോസ് വായിച്ചാൽ മതി. വായിക്കുമ്പോൾ അത് മനസ്സിലാകുകയും ചെയ്യും. അദ്ദേഹം ലേഖനം വായിക്കാനും പറ്റുമല്ലോ. അപ്പോൾ പ്രഥമ സ്ഥാനം കർത്താവിനെ കൊടുക്കേണ്ടത്. ഇപ്പൊ യേശു ഇവിടെ പിതാവാൻ ദൈവത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ പിതാവാൻ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ലോകത്തിൽ അവൻ ജനിക്കാനിടയാത്തീർന്ന അവന്റെ അമ്മയെക്കുറിച്ചും അവന് കരുതലുണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കണം, പിതാവാൻ ദൈവം തൻ്റെ ദൗത്യം മുഴുവനും ഏൽപ്പിച്ചപ്പോൾ അത് മുഴുവനും യേശു നിവൃത്തീകരിച്ച് തൻ്റെ പിതാവിനെ അനുസരിച്ചപ്പോൾ, ലോകപ്രകാരം അവൻ മനുഷ്യനായി ജനിച്ചപ്പോൾ അവനെ ഭൂമിയിൽ അത് ഉദരത്തിൽ വഹിച്ച അമ്മയെ അവൻ മറന്നു കളഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? ആ ക്രൂശിൽ
ആ സ്നേഹം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. പിതാവാം ദൈവത്തിന്റെ പ്രവൃത്തിയെ അവൻ അനുസരിച്ച് സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ അവന് ഭൂമിയിൽ ജന്മം കൊടുത്ത, അഥവാ ഉദരത്തിൽ വസിപ്പാനായി ആ ഉദരം കൊടുത്ത, അവനെ വളർത്തിക്കൊണ്ടുവന്ന ആ അമ്മയെ അവൻ മറന്നു കളഞ്ഞില്ല. അപ്പോൾ പിതാവാം ദൈവത്തെ ദൈവപുത്രൻ എന്ന ബന്ധത്തിൽ ദൈവം അനാദി മുതലായി കരുതി വെച്ചിരുന്ന സകല കാര്യങ്ങളെയും അനുസരിച്ച് അവൻ അതിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രനായി ജനിച്ചതുകൊണ്ട് മനുഷ്യപുത്രനായി ജനിക്കുവാൻ ആ സ്ത്രീയുടെ സന്തതി എന്നുള്ള വിഷയത്തിൽ ആ സ്ത്രീ ആയിരിക്കുന്നതാണ് സ്ത്രീ എന്ന് യേശു പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. സ്ത്രീ എന്ന് പറഞ്ഞത് ബഹുമാനില്ലാത്തതുകൊണ്ട് പറയുന്നതല്ല. യേശുവിന്റെ അമ്മ മറിയെ സ്ത്രീ എന്ന് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കുമെന്നുള്ളതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുവിന്റെ അമ്മയെ കാണുമ്പോൾ മറിയെ എന്ന് പറയാതെ സ്ത്രീ എന്ന് പറഞ്ഞു, അമ്മയെന്ന് പറയാതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് യേശുവിന്റെ അമ്മ മറിയെ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സ്ത്രീയെ എന്ന് പറഞ്ഞത്. ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രവചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പ്രവചനം പൂർത്തീകരിക്കാൻ വേണ്ടി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി അന്ന് അവിടെ ഏതിൽ നിന്ന് അവിടുന്ന് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ത്രീ ആയിരുന്നു ക്രൂശിനരികെ നിന്ന യേശുവിന്റെ അമ്മ മറിയ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവചനമാണ് മറിയയിലൂടെ നിവൃത്തിയിരിക്കപ്പെടും. അതുകൊണ്ടാണ് യേശു സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആഴവും അർത്ഥമൊന്നും പലർക്കും മനസ്സിലായി കാണത്തില്ല. യേശുവിന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചതിന്റെ അർത്ഥം അതിന്റെ കർത്താവ് വളരെ അർത്ഥവ്യാപ്തിയിലാണ് സംസാരിച്ചത്. പക്ഷെ നമുക്കത് പെട്ടെന്നത് മനസ്സിലാക്കിയെടുക്കത്തില്ല. അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഈ ക്രൂശീകരണ സമയത്ത് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം യേശു പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന യേശുവിന്റെ അമ്മ മറിയ അവിടെയുണ്ട്. അവളെയും യേശു സ്നേഹിച്ചിരുന്നു. അതിന്റെ അർത്ഥം അവൾക്കും വേണ്ട ബഹുമാനം യേശു കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ശിഷ്യനെ പരമേൽപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കന്യക സ്ത്രീയുടെ സന്തതി, സ്ത്രീ എന്ന് പറയുമ്പോൾ അല്ല, സ്ത്രീ എന്നുള്ള വിഷയത്തോടെ അവിടെ ഉൽപ്പത്തി പുസ്തകം പറയുന്ന സ്ത്രീയാണ് യേശുവിന്റെ യേശുവിന്റെ ക്രൂശീകരണത്തിൽ നിൽക്കുന്ന സ്ത്രീ. അത് യേശുവിന്റെ അമ്മ മറിയായിരുന്നു. അപ്പോൾ അവളോടുള്ള കടപ്പാടാണ് യേശു തന്റെ ശിഷ്യനായി താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെ പരമേൽപ്പിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, അന്ന് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഈ സ്ത്രീ ആരാണ്? യേശുവിന്റെ അമ്മ സ്ത്രീയെ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? യേശു അത് മാർമികമായിട്ടാണ് വിളിച്ചത്. അതിന്റെ ദൈവവചനത്തിന്റെ മർമ്മത്തിന്റെ അടിസ്ഥാനത്താണ് യേശുവിന്റെ അമ്മ മറിയെ സ്ത്രീ എന്ന് വിളിച്ചത്. കാരണം ഞാൻ സ്ത്രീയുടെ സന്തതിയാണ്. സർപ്പത്തിന്റെ തലയെ തകർക്കുന്നവന്, സാത്താന്റെ തലയെ തകർക്കുകയാണ്. അപ്പോൾ ആ പ്രവചനം നിവൃത്തീകരിക്കപ്പെടുമ്പോൾ ലോകത്തിൽ അവനെ ഉദരത്തിൽ വഹിച്ച അവന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് അന്ന് മനുഷ്യൻ പാപം ചെയ്ത് ആദം ഹവ, ആദ്യത്തെ മനുഷ്യരുടെ അമ്മയായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും അമ്മയായിരിക്കുന്ന ഹവ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപത്തിന് പരിഹാരമായി തീരുവാൻ രക്ഷകനായിരിക്കുന്ന യേശുവിനെ ലോകത്തിലേക്ക് ജനനം നൽകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയ. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമുക്ക് യേശുവിൻ്റെ അമ്മ മറിയോട് ബഹുമാനമുണ്ട്. അത് യേശു ക്രൂശിൽ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തിൽ അവൻ സകലതും പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവന് ഭൂമിയിൽ ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ അവനെ ലോകത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന ആ കന്യകയായിരുന്ന സ്ത്രീയായിരുന്ന മറിയെ ക്രൂശിന്റെ അടുക്കൽ കൊണ്ടുവന്നത്, അത് പഴയ നിയമത്തിൽ അഥവാ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ മനുഷ്യൻ പാപം ചെയ്ത സമയത്ത് യേശു ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീ വേണമായിരുന്നു, സ്ത്രീയുടെ സന്തതി ആയി ജനിക്കണമായിരുന്നു. ആ സ്ത്രീ ആണ് ഈ ക്രൂശിൽ നിൽക്കുന്നത്. അവൾ വേദനപ്പെട്ടവളായി, വളരെയധികം അപമാനം സഹിച്ചവളായി നിൽക്കുമ്പോൾ അവളെ കൈവിടാതെ അവൾ
അവളെ യേശു സ്നേഹിച്ച ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതാണ് മൂന്നാമത്തെ മൊഴി. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇതാ സ്ത്രീയെ കണ്ടിട്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്ന കണ്ടിട്ട് യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന് മാറാൻ കഴിയത്തില്ല. യോഹന്നാൻ അവളെ സ്വന്തം അമ്മയായി കണക്കാക്കി. കാരണം ക്രിസ്തുവിനെ അവൻ അതുപോലെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവളെ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു ചെയ്യേണ്ട സകല കടപ്പാടുകളും സകല ശുശ്രൂഷകളും തികച്ചിട്ട ഈ ലോകത്ത് നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയത് കേട്ടോ. അവിടെ പറയുന്ന അവൻ നമുക്കൊരു മാതൃക വെച്ചിട്ട്, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചയച്ചു പോയി. അവൻ്റെ അർത്ഥം അവൻ്റെ അമ്മ അനാഥയായി തീരുവാൻ പാടില്ല. അവൻ്റെ അമ്മ ഒരിക്കലും ഒറ്റപ്പെട്ടവളെ തീരാൻ പാടില്ല. കാരണം അവൻ അപമാനിതനായിട്ടാണ് അവൻ മരിച്ചത്. കർത്താവിന് അറിയാമായിരുന്നു ക്രൂശീകരണം കഴിഞ്ഞ് പുനരുത്ഥാനം കഴിയുമ്പോൾ ഈ സ്ഥിതികൾക്ക് മാറ്റം വരും. ആ ചുരുങ്ങിയ ചില ദിവസങ്ങൾ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുവാൻ. ഒന്നുകൂടെ പറയാം, ചുരുങ്ങിയ ചില ദിവസങ്ങൾ. യേശു മരിച്ച് അവൻ അടക്കപ്പെട്ട് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെയുള്ള ഒരു കരുതൽ മാത്രം മതി. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അവൾ അഭിമാനമുള്ളവളായി മാറും. അവൾക്ക് വലിയ പദവിയുള്ളവളായി, എന്നതിൻ്റെ അർത്ഥം പ്രത്യാശയുള്ളവളായി മാറും. ഈ ഒരു ചുരുങ്ങിയ സമയം യേശു ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ട് പുനരുത്ഥാനം ചെയ്തവർക്ക് പ്രത്യക്ഷമാകുന്നവരെയുള്ള സമയമാണ് ഈ യോഹന്നാൻ അമ്മയെ, യേശുവിൻ്റെ അമ്മ മറിയെ ആശ്വസിപ്പിച്ച് കൊണ്ടു നടന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദുഃഖത്തിന്റെ സമയം വരുമ്പോൾ കൈവിട്ട് കേട്ട് പോകുന്നവനല്ല ദൈവം. യേശു കർത്താവ് അവനറിയാം ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ളത്. ഇന്ന് രാത്രി ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ മൂന്നാമത് കർത്താവ് പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത് മനുഷ്യനുള്ള ബന്ധത്തിൽ യേശു പാപം ക്ഷമിക്കുവാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, കർത്താവിനെ യഥാർത്ഥമായി ജ്ഞാനം ലഭിച്ചവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ പരദീസിയിരിക്കുന്നു പറഞ്ഞു. മൂന്നാമത്തെ വിഷയം, യേശുവിന് കടപ്പാടുണ്ടായിരുന്നത് തൻ്റെ പിതാവാം ദൈവത്തോടും അത് മാത്രമായിരുന്നില്ല, തനിക്ക് ഭൂമിയിൽ ജന്മം തന്ന തൻ്റെ അമ്മയോടും അവന് കടപ്പാടുണ്ടായിരുന്നു. അതവൻ മരിക്കുന്നതിന് മുമ്പ് അവളെ യേശു ഉയർത്തെഴുന്നേൽക്കുന്നവരെ, വീണ്ടും കാണുന്നവരെ ആ മാതാവായിരിക്കുന്ന യേശുവിൻ്റെ അമ്മയെ യോഹന്നാന് പരമേൽപ്പിച്ച് ഈ 2-3 ദിവസം വലിയ വേദനയും ഭാരമുള്ള സമയത്ത് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഇത് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ആരെയും ഒറ്റപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടവരല്ലല്ലോ. ഒരുപക്ഷെ പലപ്പോഴും ഒറ്റപ്പെട്ടെന്ന് ചിന്തിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി സാഹചര്യം ഒരുക്കി തന്നില്ലേ? അത് എത്രയോ പേര് ലോകത്തിൽ നിനക്ക് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലുള്ള നമുക്ക് എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്കുണ്ട്. അത് ക്രൂശിൽ കാണിച്ച മാതൃകയാ. യേശു ഒറ്റപ്പെട്ടു പോകാൻ അവളെ സമ്മതിക്കാതെ സ്നേഹിക്കുന്നവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ ക്രൂശിന്റെ ചവിട്ടിൽ തുടങ്ങിയ സ്നേഹമാണ് ദൈവമൊക്കെ തമ്മിലുള്ള സ്നേഹം കൊട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേദനപ്പെട്ടിരിക്കുമ്പോൾ വിളിച്ചു ചോദിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ആ സ്നേഹമുണ്ട്. ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഇന്ന് രാത്രി ആരെങ്കിലും പറയാ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എനിക്കാരുമില്ല എന്ന് പറയുമ്പോൾ അല്ല പ്രിയപ്പെട്ടവരെ, രാത്രി പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അത് എനിക്ക് വേണ്ടി കരുതുന്ന, എൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് യാചരിക്കുന്ന കരുതുന്ന ഒരു കൂട്ടം ജനം എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഞാനും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സന്തോഷമുള്ളവരായിരിക്കുന്നത് രാത്രിയിൽ. അതെ, യേശുവിൻ്റെ അമ്മ ഒറ്റപ്പെട്ടു പോകുവാൻ സമ്മതിച്ചില്ല. ചുരുക്കം ചില ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ കരുതിയാൽ മതി. അതിനുശേഷം യേശു പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, പിന്നെ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു എന്ന് പറയുമ്പോൾ, പുനരുത്ഥാനം പ്രാപിച്ച യേശുവിനെ ഭൂമിയിൽ ജനിപ്പിച്ചതിനുള്ള ബന്ധത്തിൽ അവൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മർക്കോസിന്റെ മാളികമുറിയിൽ അവളും വരുവാൻ ഇടയാത്തതെന്ന്. ഇന്ന് രാത്രി സന്ദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് സമയം പോയതുകൊണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ അതുകൂടി ഒന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കുന്ന 7 മൊഴികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ സമയം മുമ്പോട്ട് പോയതുകൊണ്ട്
ഞാനത് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 4-ാമത്തെ മൊഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 27-ാം വാക്യത്തിലും അതുപോലെ തന്നെ മർക്കോസും അതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഓരോ മൊഴികളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 24-46 വാക്യവും മർക്കോസ് സുവിശേഷം 15-ാം 34 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് രേഖപ്പെടുത്തുന്നത്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. സങ്കീർത്തനം 22-ാം 1 വാക്യം അന്ന് ദാവീദ് അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള കാര്യമായി എഴുതിയിരിക്കുന്നെങ്കിൽ ഇവിടെ ആ വചനം എടുത്താണ് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത് എന്ന് അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ രേഖപ്പെടുത്തി. എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും കണ്ടപ്പോൾ അവൻ കണ്ടത് മശിയെ കാണുവാൻ ഇടയായിത്തീർന്നു. അവൻ പറഞ്ഞ അതേ വചനം ഇവിടെ രേഖപ്പെടുത്തി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അതെ, അവൻ ദൂരെ തകർന്നു നിന്നത് കൈവിട്ടത് നമ്മെ ചേർത്ത് കൊള്ളാൻ വേണ്ടി. രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അവനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. കാൽവറിയിലെ ആ കൊലക്കളത്തെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് അവൻ തൻ്റെ സ്വന്തം പുത്രനെ ആദരിച്ചില്ലെന്നാണ് പറഞ്ഞത്. അവൻ്റെ മുഖത്തെ നോക്കാതെ അവൻ പടഞ്ഞ് ഓരോ നിമിഷവും കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ, തുപ്പലേറ്റപ്പോൾ, അതേ അടിയേറ്റപ്പോൾ, വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ, അപ്പോഴെല്ലാം പിതാവാൻ ദൈവം തൻ്റെ മുഖം മറച്ചു കളഞ്ഞു. അവൻ മുഖത്തെ നോക്കിയിരുന്നെങ്കിൽ, തൻ്റെ പുത്രനെ അവൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ കൈവിട്ട് കളഞ്ഞത് അതെ നമ്മെ ആദരിച്ചതുകൊണ്ടാണ്. നമ്മ ആദരിക്കപ്പെടുവാൻ വേണ്ടിയാ, നാം മാന്യതയുള്ളവരാക്കിരാൻ വേണ്ടിയാ, നമുക്ക് സ്വർഗീയ പദവി നൽകാൻ വേണ്ടിയാ, തേജസ്സിന്റെ നിത്യ ബന്ധം നൽകാൻ വേണ്ടിയാണ് പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടത്. ഇത് രാത്രിയിൽ ആ പ്രാർത്ഥന ഒന്നുകൂടി യേശു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഉത്തരം മറ്റൊന്നുമല്ല, കൈവിടപ്പെട്ടു പോയ ആദവി വംശത്തെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയാ സ്വന്തം മകനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി കൈവിട്ടത്. രാത്രിയില പിതാവിന്റെ സ്നേഹം എത്ര വലുതാണ്. അതുകൊണ്ടാണ് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥന ദൈവം വെച്ചാൽ അടുത്ത ദിവസമായി ഭാഗം ചിന്തിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാ സംസാരിച്ച് വിശ്വസിക്കുന്നു. അതേ ദിവസങ്ങളിൽ ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒന്നിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിരാശകൾ മാറണം, വേദനകൾ മാറണം, പ്രത്യാശയോടെ പറയണം, അതെ എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം, അതെനിക്ക് മുമ്പിൽ കഷ്ടത ഉണ്ടെങ്കിൽ, അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ യേശു കർത്താവ് ചെയ്യേണ്ടതെല്ലാം സമയത്ത് ചെയ്യും. അവൻ്റെ അമ്മയെ അവൻ കൈവിട്ടില്ല. അതെ, ഏൽപ്പിക്കേണ്ടവൻ ഏൽപ്പിച്ചു. കുറച്ച് ദിവസത്തേക്ക് മാത്രം, കുറച്ച് മണിക്കൂറുകൾക്കും വേണ്ടി മാത്രം. യേശു ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ ആ അമ്മയെ നോക്കണം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ സന്തോഷദായകമായി തീരുവാനേ തീർന്നു. സർപ്പത്തിന്റെ തലയെ തകർത്ത് ജയാളിയായി യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, മഹാസന്തോഷമുണ്ടായി കഴിഞ്ഞപ്പോൾ, പിന്നീട് അപ്പോസ്തലനായ യോഹന്നാന് മറിയെ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവൾ വേദനപ്പെട്ടു നിന്ന ആ സമയത്ത് അവനെ വീണ്ടും കാണുവോളം ഉള്ള ചുരുക്കം ചില ദിവസങ്ങൾ അവന്റെ കരങ്ങളിൽ അവൻ ഫലമേൽപ്പിച്ചപ്പോൾ അവളെ വീട്ടിൽ കൈക്കൊണ്ടെങ്കിൽ, അതേ കർത്താവ് തന്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ, സ്വർഗീയപിതാവിനുള്ള ബന്ധത്തിൽ അനുസരണത്തിന്റെ മുഴുവൻ തികവ് കാണിച്ചപ്പോൾ അവനെ പ്രസവിച്ച അവന്റെ അമ്മയോടും അവന്റെ കടപ്പാട് തീർക്കുവാനിടയെ തീർന്നു. രാത്രി പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. നമുക്ക് ദിവസങ്ങളിൽ ക്രിസ്തു യേശു കാണിച്ച മാതൃക പ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ട വചനപരമായിട്ടുള്ള ആ കാഴ്ചപ്പാട് വേണം നാം നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയത്. അതേ സഹോദരന്മാരാകട്ടെ, സഹോദരിമാരാകട്ടെ, അമ്മയാകട്ടെ, അപ്പനാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ നിയമത്തിനുമായിരിക്കണം പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ കൊടുക്കാവുള്ളൂ എന്നുള്ളത് ഞാൻ ഈ രാത്രിയിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തെറ്റിപ്പോകാൻ പാടില്ല. കർത്താവിനായിരിക്കണം പ്രഥമ സ്ഥാനം, ദൈവത്തിനും വചനത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ മാത്രം മതി ദൈവമക്കൾക്ക്. അതുകൊണ്ട് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം അവന്റെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല, അവന്റെ അമ്മയെ മറന്നു കളഞ്ഞില്ല. സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ ക്രൂശിൽ തകർത്തപ്പോൾ അതിന് സാക്ഷ്യം പറയുവാൻ വേണ്ടി, അതിന് സാക്ഷിയാൻ നിൽക്കാൻ വേണ്ടി ആ സ്ത്രീ അവിടെ യേശുവിന്റെ ക്രൂശിനരികെ ഉണ്ടായിരുന്നു.
രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത നമ്മുടെ കർത്താവ് എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അവൻ എത്രയോ കാര്യങ്ങളെ ഭംഗിയോടെ ചെയ്യുന്നവൻ. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാ. ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവ് ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ആയി വരുവോളും, ക്ലാസ് വരുവോളും അന്യോന്യമോർത്ത് പ്രാർത്ഥിക്കാം. അതല്ല നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ അവനോട് കൂടെ ചേരുവാൻ നമുക്ക് ദിവസങ്ങളെ മുമ്പിൽ വെച്ച് സന്തോഷത്തിന് വേണ്ടി നമ്മുടെ യാത്ര തുടരുവാൻ, അത് യേശു കർത്താവിന്റെ വരവായിരിക്കും നമ്മുടെ സന്തോഷം. അവനെ നാം അഭിമുഖമായി കാണുന്നവരെയും ആ സ്നേഹത്തിൽ ജീവിപ്പാൻ, പ്രത്യാശ ജീവിപ്പാൻ, ആ സന്തോഷം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും മാറി, എല്ലാ ദുഃഖങ്ങളും മാറി, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ക്രൂശിനെ സഹിച്ച് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.